तुमको देखा तुझे എന്താ ഇത്? എന്താ ഇവിടെ? ഇവിടെ വല്ലതൊക്കെ നടക്കും. ഒരു കളർ കണ്ടോ? ഇവിടെ ഉണ്ട് കളർ, താഴെ ഉണ്ടെന്ന്. ഞാനിവിടെ ഒരു കലക്കോളി. എടാ, നിന്നെ കൂടെ താമസിപ്പിച്ച അടി കൊള്ളുന്ന അവസ്ഥയാണല്ലോ. എടാ, നിന്റെ ഈ കളർ പരിപാടി കാരണം നേരത്തെ താമസിച്ച സ്ഥലത്ത് പിടിച്ച് പുറത്താക്കിയത്. ചളമാക്കും നീ. പെണ്ണുങ്ങൾ ഇങ്ങോട്ട് വന്ന് കെട്ടിയാ ഞാനെന്തോ ചെയ്യാനാ? ഫോർ എവറി ആക്ഷൻ ദേർ ഇസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്നാ. അതെ, അതുകൊണ്ടാണല്ലോ ആ പെണ്ണിന്റെ ആങ്ങളെ നിന്റെ കുത്തിനെ കയറി പിടിച്ചത്. അന്ന് ഞാനില്ലാതെ കാണായിരുന്നു. നീ ഇല്ലായിരുന്നെങ്കിൽ അയാൾ എന്നെ അങ്ങ് ഞൊട്ടും. ഇതുപോലെ എത്ര കേസ് കെട്ടിൽ നിന്നും പുഷ്പം പോലെ ഈ ബോണി ഊരി പോന്നിട്ടുണ്ടേ. ഓ പിന്നെ എടാ, അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. ഇതിനൊക്കെ ഒരു വൈഭവം വേണം, യോഗവും വേണം. എന്നാണാവോ അമൃതകുമാരിയും ആശാചെറിയാനും സീനത്തും സുരന്തയും ഒക്കെ പച്ചമാങ്ങയും കടിച്ച് ഇങ്ങോട്ട് കയറി വരാൻ പോകുന്നത്? ഒരവളുമാരും വരില്ലളിയാ. എല്ലാത്തിന്റെ അക്കൗണ്ട്സ് അപ്പോഴപ്പോഴും സെറ്റിൽ ചെയ്ത് റെസീറ്റ് വാങ്ങും. ഗുഡ് മോർണിംഗ്, മൂസാക്കയാണ്. വാസ്തവം പറഞ്ഞ ഇവിടെ ഒരു കമ്പനി കിട്ടാതെ വിഷമിച്ചിരിക്കായിരുന്നു ഞാൻ. പിന്നെ ഉണ്ട്, വയസ്സും പ്രായക്കാരുള്ള ആളുകളുണ്ട്. അതൊക്കെ എങ്ങനെ നമുക്ക് ശരിയാവും? നിങ്ങൾ ഇങ്ങനെ ചെറുപ്പക്കാർ, നമ്മളിങ്ങനെ ഗ്യാങ് ആവുമ്പോ വെരി ഹാപ്പി. മൂസാക്കൊരു ചായ കൊടുറേ. എന്നെ കൊണ്ട് വയ്യാൻ ചായ ഉണ്ടാക്കാൻ വേണമെന്നില്ല. ഇത് കുടിച്ചാട്ടാ. ആ പിന്നെ എന്താവശ്യം ഉണ്ടെങ്കിലും ഒരു മടിയും വിചാരിക്കേണ്ട, മൂസാക്കന്റെ ഹെൽപ്പ് ചെയ്യാൻ. മൂസാക്ക എത്ര കാലമായി ഇവിടെ വാച്ച്മാനായിട്ട്? വാച്ച്മാനോ? വാച്ച്മാനല്ല, ഞാൻ കെയർ ടേക്കറാ. ഓ, കെയർ ടേക്കർ. അല്ല മൂസാക്ക, ഈ ഏരിയയിൽ എങ്ങനെയാ ഭൂരിപക്ഷം? ഈ ഏരിയയിൽ കൂടുതൽ നായന്മാരാ, പിന്നെ മറ്റോരും ഉണ്ട്. അതല്ല, ഈ ഭൂരിപക്ഷം. ഓ, ഭൂരിപക്ഷം അതിപ്പോ അങ്ങനെ പറയാൻ പറ്റൂല. രണ്ട് ഈക്വലാ, കോൺഗ്രസും ഉണ്ട് കമ്മ്യൂണിസ്റ്റും ഉണ്ട്. അതല്ല, ഓരോ വീടുകളിലും. ഇവിടെ ഓരോ വീട്ടിൽ എത്ര ആണുങ്ങളുണ്ട് പെണ്ണുങ്ങളുണ്ടെന്ന് ഇവൻ ഓ, ചോദിക്കുന്നു. അത് ശരി, അത് സ്ത്രീകളാ കൂടുതൽ. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ. പിന്നെ ആ 19C അവിടെ ആരാ താമസം? 19C ഒരു അമ്മിമോള്. നീ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇടപെട്ട് വഷളാവരുത്. അയൽവക്കത്താരാണെന്ന് അറിയണ്ടേ? പിന്നെ അവരുടെ ഫാദർ എന്ത് ചെയ്യുന്നു? ഫാദർ കുവൈത്തിലാ. ഇയാള് 2 കൊല്ലം കൂടുമ്പോഴേ വരുള്ളൂ. പിന്നെ ആ കുട്ടിയുടെ പേരെന്താ? സൗമ്യ. സൗമ്യ, ബ്യൂട്ടിഫുൾ നെയിം. നല്ല സ്മാർട്ട് കുട്ടി, ആര് കണ്ടാലും കൊതിക്കും. വലിയ അളക്കാര്യ. പിന്നെ ഈ കുട്ടി ഏത് കോളേജ് പഠിക്കുന്നു? കോളേജോ? അതിന് മാത്രം അയക്കണോള്. ഓ, നഴ്സറിയിലല്ലേ? നഴ്സറിയില്ല. പിന്നെ 5 വയസ്സല്ലേ ആയിട്ടുള്ളൂ. അത് പോട്ടെ. ഈ 21A ഒരു മാക്സി എല്ലാം കഴി വെളിയിലിട്ടിരിക്കുന്നു. അവിടെ ആര് താമസം? എന്താ എന്നെക്കാല് TV ഓഫാക്കിയേ? മൂസാക്ക അത് കാണണ്ട. ഞമ്മക്ക് അതിനുള്ള പ്രായമല്ലേ? മൂസാക്കയുടെ പ്രായത്തെ ഞങ്ങൾ മാനിക്കണ്ടേ? എന്ത് മാനിക്കാൻ? ഒന്നിച്ചിരുന്ന് കണ്ട ഇങ്ങക്കാണ് അതിന്റെ ഗുണം. കാരണം നിങ്ങൾ കുട്ടികളാ. വല്ല സംശയം ഉണ്ടെങ്കിൽ നമ്മളത് തീർത്ത്. ഓ, അങ്ങനെ ഇവിടെ പാരും ഞങ്ങളുടെ സംശയം തീർക്കണ്ട. കള്ളു കുടിക്കാൻ നേരത്തെ ഒരു മതി. എന്താ 3 ഗ്ലാസ്? ആരാപ്പതിൽ ഒഴിവ്? അല്ല മൂസാക്ക, ഇങ്ങനത്തെ ദിവസം നിങ്ങൾക്കൊരു കമ്പനി ഒന്നുമില്ലേ? നിങ്ങൾ എന്ത് കരുതും? ഒരു ഗ്ലാസ് കുടിഞ്ഞേ. ആ പിന്നെ കുടിക്കുന്നതിന് മുമ്പ് ഒരു വാക്ക്. ഓരോ പെഗ് കഴിഞ്ഞാ മറ്റേ കാസറ്റ് ഇടണം. അതൊക്കെ ഇരിക്കട്ടെ. രാവിലെ പറഞ്ഞ കാര്യം അങ്ങ് മറന്നോ? അയൽക്കാരെ ഒന്നും ഇതുവരെ പരിചയപ്പെടുത്തി തന്നില്ല. എന്റെ അന്നോ വരുന്നുണ്ടോ റിട്ടയർഡ് കത്തി. ഓസിന് കിട്ടിയ ഒരു 6 പെഗ് ഒന്നിച്ച് തട്ടും. സോറി, ഞാൻ വന്ന് ബുദ്ധിമുട്ടായോ? സാറിരുന്നാട്ടെ. ഞാൻ ഉണ്ണിത്താൻ, റിട്ടയേർഡ് ഇംഗ്ലീഷ് പ്രൊഫസർ, 7B താമസം. ഞാൻ നിങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെടാൻ വേണ്ടി വന്നതാ. കുട്ടികൾ എന്ത് ചെയ്യുന്നു? ഇവിടെ കുട്ടികളില്ല, ഞങ്ങളെല്ലാം ബാച്ചിലേഴ്സാ. ഞാൻ കുട്ടികളെന്ന് വിവക്ഷിച്ചത് നിങ്ങളെ തന്നെയാ. നിങ്ങൾ എന്ത് ചെയ്യുന്നു? ഞങ്ങള് കുറച്ച് ബ്രാൻഡ് കഴിക്കാനുള്ള ഒരു പരിപാടിയാണ്. സാർ കൂടുന്നോ? അയ്യോ, സാറ് ചായയും കാപ്പിയൊന്നും കഴിക്കില്ല, പാലേ കഴിക്കൂ. നീ എന്തിനാ അവിടെ വന്ന്? എന്താ അവിടെ പരിപാടി നിനക്ക്? ഞാൻ സാറുമാർക്കൊരു ഹെൽപ്പ്. അല്ല മൂസാക്ക ഇരുന്നോട്ടെ, കുഴപ്പമില്ല. എന്താ നിങ്ങളുടെയൊക്കെ പേര്? ഞാൻ ഉണ്ണി.
വിനോദ്, ബോണി, ഓ, ഇത് ഓ. മൂസാക്ക. കുട്ടികൾക്ക് അറിയൂ, ഈ ഫ്ലാറ്റുകൾ എന്ന് പറഞ്ഞാൽ ഒരു കോൺക്രീറ്റ് ജംഗിളാണ്. നമ്മളൊക്കെ അതിൽ ശ്വാസം മുട്ടി മരിക്കുന്ന മൃഗങ്ങളും തൊട്ടടുത്ത് താമസിക്കുന്നവരെ പോലും പരിചയം ഉണ്ടാവില്ല. അയൽവാസിയുടെ സുഖദുഃഖങ്ങളിൽ പങ്കുചേരാനുള്ള മനസ്സുണ്ടാവില്ല. നിങ്ങളെ പോലെ സഹൃദയരായ ചെറുപ്പക്കാരെ കണ്ടപ്പോ എനിക്ക് എന്റെ മൊണോട്ടസ് മാറിയതുപോലെ നമുക്ക് മനസ്സ് തുറന്നൊന്ന് സംസാരിക്കാം. എടുത്ത് കൊറേ ക്ലാസ് കൊറേ നീ ഇത് പോയി വസുന്ധരോടൊന്നും പറയാൻ നിൽക്കണ്ട. സാറേ ഞാൻ പറയാതെ തന്നെ ഇപ്പൊ അവരറിയില്ലേ, ഒരെണ്ണം കഴിഞ്ഞാൽ തുടങ്ങുമ്പോ കവിത അല്ലല്ലേ. സാർ കവിത പാടുവോ? അങ്ങനെയൊന്നുമില്ല. അത് കള്ളം. വലിയ 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 കുഞ്ഞേ മുലപ്പാൽ കുടിക്കരുത്, ധാത്രിതൻ മടിയിൽ കിടക്കരുത്, മാറിൽ തിമിർക്കരുത്, കണ്ണിൻ മുലപ്പാൽ കൊതിക്കരുത്, പൂവിന്റെ കണ്ണിൽ നീ നോക്കരുത്, പൂതനാതന്ത്രം പുരണ്ടതാണ്, കുഞ്ഞേ ചിരിക്കരുത്, ചാടിക്കളിക്കരുത്, ആടിക്കളിക്കരുത്, കുഞ്ഞേ മുലപ്പാൽ കുടിക്കരുത്. കുഞ്ഞേ മുലപ്പാൽ കുടിക്കരുതേ, കതിരൻ മടിയിൽ കിടക്കരുതേ. കുഞ്ഞേ മുലപ്പാൽ കുടിക്കരുതേ, കതിരൻ മടിയിൽ കിടക്കരുതേ. കൊട്ടുവടി 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 വട്ടിരുമ്പ് വട്ടവാളും പേര് കേട്ട കുപ്രസിദ്ധപ്പെട്ടതാണ് ഈ ചാരായം. ചാരായം ചാരായം. 10 റാത്ത ശർക്കരയ്ക്ക് 10 പറ തേങ്ങ വെള്ളം മൊത്തമായി കലക്കി വെച്ചാൽ കോടയുണ്ടാകും. 10 റാത്ത ശർക്കരയ്ക്ക് 10 പറ തേങ്ങ വെള്ളം മൊത്തമായി കലക്കി വെച്ചാൽ കോടയും. അനന്തപത്മനാഭ സാർ വന്നിട്ടുണ്ട്. അനന്തപത്മനാഭന് അതാര്? അത് തൊട്ടടുത്ത് ഫ്ലാറ്റിൽ താമസിക്കുന്നതാ. IAS ട്രെയിനിയാ. അടുത്ത് തന്നെ കളക്ടർ ആവേണ്ട ആളാ. അതിന് നമുക്കെന്താ? ഈ ഒച്ചയും ബഹളൊന്നും മൂപ്പർക്ക് പിടിക്കൂല. മൂപ്പര് വല്ലാത്ത കണിശക്കാരനാ. എന്താ വെച്ചാ നമുക്ക് മധുര കയറിയോക്കോ? കുടിച്ചു കഴിഞ്ഞാ പാടാതിരിക്കാനോ? അല്ല പിന്നെ അല്ല, അത് അദ്ദേഹത്തിന് ബുദ്ധിമുട്ടാവും. അനന്തപത്മനാഭ സാറിന് അതൊരു ബുദ്ധിമുട്ടാ. അതുകൊണ്ട് പെരുക്കം പാടിയാ. കൊട്ടുവടി 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 വട്ടിരുമ്പ് വട്ടവാളും പേര് കേട്ട കുപ്രസിദ്ധപ്പെട്ടതാണ് ഈ ചാരായം. ചാരായം ചാരായം. 10 റാത്ത ശർക്കരയ്ക്ക് 10 പറ തേങ്ങ വെള്ളം മൊത്തമായി കലക്കി വെച്ചാൽ കോടയുണ്ടാകും. 10 റാത്ത ശർക്കരയ്ക്ക് 10 പറ തേങ്ങ വെള്ളം മൊത്തമായി കലക്കി വെച്ചാൽ കോടയുണ്ടാകും. പഴത്തൊലി മങ്ങാത്തൊലി. മറ്റുള്ളവർക്ക് ശല്യം ഉണ്ടാകുന്ന വിധത്തിൽ ബഹളം വെക്കണമെന്നുണ്ടോ? അല്പം കൂടെ ശബ്ദം കുറച്ച് പാടിയാൽ അടുത്ത ഫ്ലാറ്റിലുള്ളവർക്ക് കിടന്നുറങ്ങാം. ഇവിടെ ആരോടും ഉറങ്ങണ്ടെന്ന് ഞങ്ങൾ പറഞ്ഞില്ലോ. ഇല്ല. കുറച്ചുകൂടി മാന്യമായിട്ട് പെരുമാറിയാൽ ഉപകാരമായിരിക്കും. വെള്ളം അടിച്ചാ ഞങ്ങൾക്ക് സ്വല്പം മാന്യത കുറവാ. പ്ലീസ് എക്സ്ക്യൂസ് മീ. അങ്ങനെ പഴത്തൊലി മങ്ങാത്തൊലി മധുര നാരങ്ങാത്തൊലി പഴത്തൊലി മങ്ങാത്തൊലി മധുര നാരങ്ങാത്തൊലി ഏറ്റവും കൂടെ ഇട്ട് വച്ച ഈ ചാരായം. ചാരായം ചാരായം ചാരായം. വസുന്ധരേ, വസുന്ധരേ. വരതേ വസുന്ധരേ, വിസ്മയം വിടർത്തുന്ന നിസ്തുല തേജസാർന്ന നിൻ തിരുമുഖം മ്ലാനമാകുവതെന്തേ വസുന്ധരേ. എവിടെയായിരുന്നു ഇന്ന്? ഇന്നലെ കൊളീക്കിന്റെ ഷഷ്ടിപൂർത്തി, മിനിയാന്ന് ഓൾഡ് സ്റ്റുഡന്റിന്റെ വെഡിങ് ആനിവേഴ്സറി. എവിടെയെങ്കിലും പോയി ഓസിനകത്താക്കിയില്ലെങ്കിൽ ഉറക്കം വരില്ല അല്ലേ? താഴത്തെ പുതിയ താമസക്കാരെ ഒന്ന് പരിചയപ്പെടാൻ പോയതാ. വിദ്യാസമ്പന്നരായ 3 ചെറുപ്പക്കാര്. എന്തൊരു സ്നേഹം, എന്തൊരു വിനയം. ഉണ്ണി, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. ഇനി മേലാൽ അവരുമായി യാതൊരു കമ്പനിയും വേണ്ട. ബാച്ചിലേഴ്സോ 3 പേരും. ഇന്ന് ഈ പരിചയപ്പെട്ടതിന്റെ പേരും പറഞ്ഞ് നാളെ മുതൽ അവർ ഇവിടെ കയറി ഇറങ്ങാൻ തുടങ്ങും. വസുന്ധരേ, നല്ല അന്തസ്സുള്ള തറവാട്ടി പറഞ്ഞ പിള്ളേരാ അവര്. പിന്നെ വേണ്ട, വിസ്തരിക്കണ്ട. ഇവിടെ പ്രായം തകഞ്ഞു നിൽക്കുന്ന ഒരു പെൺകുട്ടിയുള്ള കാര്യം ഓർമ്മ വേണം. ഓർമ്മയുണ്ട്. പരിചയപ്പെട്ട ഉടനെ കയറി അങ്ങ് കല്യാണം ആലോചിക്കാൻ പറ്റുമോ? സമയം വരട്ടെ. നീ ആ കറികളൊക്കെ ഒന്ന് പറഞ്ഞു. എക്സ്ക്യൂസ് മീ. ഇന്നലെ രാത്രി കുറച്ച് ഓവറായി പോയി.
സാധനം ഡ്യൂപ്ലിക്കേറ്റ് ആയിരിക്കും. പെട്ടെന്ന് കയറി തലയ്ക്ക് പിടിച്ചു. വായി തോന്നിയൊക്കെ വിളിച്ചു പറഞ്ഞു. സോറി. ആ ഉണ്ണിത്താ സാർ കവിത ചൊല്ലിയപ്പോ എല്ലാരും കൂടെ കൂടി ആകെ ബഹളായി. നിങ്ങൾ മദ്യപിക്കുന്നതിലോ കവിത ചെല്ലുന്നതിലോ എനിക്ക് ഒരു വിരോധവും ഇല്ല. ബട്ട് വൺ തിങ്, അടുത്ത ഫ്ലാറ്റുകളിൽ ആളുകൾ താമസം ഉണ്ടെന്നുള്ള കാര്യം മറക്കരുത്. ഇനി ഇത് ആവർത്തിക്കില്ല. സോറി. ഇറ്റ്സ് ഓക്കെ. സാർ, സോറി സാർ. അല്ല, ഈ അടുത്തടുത്ത ഫ്ലാറ്റുകളിൽ താമസിക്കുമ്പോൾ ഒരു മേച്ചർ അണ്ടർസ്റ്റാൻഡിങ്, ഐ മീൻ, ഇറ്റ്സ് ഓൾ റൈറ്റ്. താങ്ക് യു വെരി മച്ച്. സാർ, സാറിന്റെ സോഷ്യൽ സ്റ്റാറ്റസും ഡിഗ്നിറ്റിയും മാനിക്കാതെ ഞങ്ങളിപ്പം ചീപ്പായിട്ട് പെരുമാറി. സോറി. ഓക്കെ ഓക്കെ. നമ്മളൊക്കെ ചെറുപ്പക്കാരല്ലേ. ഐ തിങ്ക് യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദ സ്പിരിറ്റ്. ഇറ്റ്സ് ഓൾ റൈറ്റ്. അയ്യോ, പ്രാർത്ഥിക്കായിരുന്നു അല്ലേ? സോറി, ശല്യപ്പെടുന്നില്ല. കാര്യം അനന്തപത്മനാഭെന്നല്ലേ പേര്? മൂസാക്ക പറഞ്ഞു. സാർ, ഇന്നലെ രാത്രി ഉണ്ണിത്താൻ സാർ വന്ന് കവിത അല്ലെങ്കിലും മറ്റുള്ളവരൊക്കെ സ്മോൾ അടിയും. അപ്പൊ ഞാനും കൂടി അതില് ഗെറ്റ് ലോസ്റ്റ്. പങ്കെടുത്ത കാര്യം പറയാനും വേണ്ടി വന്നതിന് പട്ടിനെ പിടിച്ചാട്ടും പോലെ നാട്ടണ മനുഷ്യന്. ഏതാണ് ഈ ഡോഗ്? അടുത്ത ഫ്ലാറ്റിൽ ആരെങ്കിലും ആയിരിക്കും. കൊള്ളാമല്ലോ. നമ്മുടെ ഉണ്ണികൃഷ്ണന്റെ ഒരു ഫേസ് കട്ടല്ലേ? നീ എന്നെ വിട്ടേക്ക്, കുറെ ആരെങ്കിലും അന്വേഷിച്ചു വരും. വരണമല്ലോ. ഏതെങ്കിലും ഒരു കളർ അന്വേഷിച്ചു വരും. അതുവരെ ഇവിടെ ഇരിക്കട്ടെ. എന്നാ പിന്നെ ഇവിടെ ഇരിക്കട്ടെ. ഇവിടെ ഇരിക്കട്ടെ. ആഷി, ആഷി, ആഷി. ആഷിയോ? ആ ആഷി പട്ടിക്കുട്ടി ഇവിടെ ഒരു പട്ടിക്കുട്ടിയും വന്നില്ല. ഇങ്ങോട്ട് കയറി വരുന്ന ഞാൻ കണ്ടതാ. Where's the dog man? ദേ അങ്കിൾ ചിരിക്കുന്നുണ്ടല്ലോ. ഞാൻ തിരിച്ചൊന്നുമില്ല. ഏയ്, Where's my ആഷി? ഇങ്ങോട്ട് വന്നില്ല. ഉവ്വ്, ഇവിടെ ഉണ്ട്. നിങ്ങൾ കരഞ്ഞിട്ടാ. ഇവിടെ ഇല്ല മാഡം. അന്നില്ലെങ്കിൽ ഞാൻ ചേച്ചി വിളിച്ചോണ്ട് വരും. എന്നാ പിന്നെ അതാ നല്ലത്. ചേച്ചി വരട്ടെ അല്ലേ? അതെ. വാ. ചേച്ചി ഇപ്പൊ വരും. എങ്ങനെയുണ്ടല്ലോ ഈ ഐഡിയ? നമുക്കൊന്ന് ഫ്രഷ് ആയിട്ട് നിൽക്കാം. അവരെടുത്തിട്ടുണ്ടാവില്ല നീതു? ഇല്ല ചേച്ചി, അങ്ങോട്ട് കേറി പോന്നു ഞങ്ങൾ കണ്ടതാ. അവര് ഒളിച്ചു വെച്ചേക്കുവാ. ചേച്ചി ഒന്ന് ഞങ്ങളുടെ കൂടെ വന്നേ, എന്നാലേ അവർ തരുള്ളൂ. പ്ലീസ് ചേച്ചി. നീതുവിന്റെ ആയിഷ ഇങ്ങോട്ട് വന്നെന്ന് പറഞ്ഞു. ഓ, ഞങ്ങളോടാരും പറഞ്ഞില്ല. നീതു കണ്ടതാണല്ലോ ഇങ്ങോട്ട് വന്നത്. ചിലപ്പോ ശരിയായിരിക്കാം, പക്ഷെ ഞങ്ങള് കണ്ടില്ല. ദേ, കുട്ടികളോട് ഓവർ സ്മാർട്ട്നെസ് കാണിക്കല്ലേ. മര്യാദയ്ക്ക് പട്ടിക്കുട്ടിയെ തിരിച്ചു കൊടുക്ക്. സിസ്റ്റർ, ഞങ്ങൾ അങ്ങനെ ചീപ്നെസ് കാണിക്കൂ. വി ആർ വെരി ഡീസന്റ്, ജെന്റിൽ, ലവിംഗ് യങ്സ്റ്റേഴ്സ്. But you look like a criminal. And you too. ചേച്ചി ആഷി അകത്തുണ്ട്. അല്ല, ഇതെങ്ങനെ അകത്ത്? നമ്മളില്ലാത്ത ടൈമിൽ വല്ലതും ഇനി കേറി. ഞാൻ വിചാരിച്ച ടേപ്രക്കാരന്റെ സൗണ്ട് ആയിരിക്കും. അതെ, ഞാനും ഇതെങ്ങനെ മേളിൽ കയറി? ആഷി, get down. ആഷി, come down. ആഷി ഡാർലിംഗ്, കം ഡൗൺ. ചേച്ചി ആഷി താഴെ വരുന്നില്ലല്ലോ. മേ ഐ ഹെൽപ്പ് യു? No, thanks. ആഷി, ആഷി. സോറി. പോട്ടെ. അവിടെ ചലോ ചലോ ജൽദി 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 ധക്ക മാറോ ഭായി. ഒന്നും കൂടി തള്ളിക്കൊടുക്കാൻ. നോക്കി നിൽക്കാതെ വന്ന് സഹായിക്കടോ. എന്നാ കുറച്ച് റിവേഴ്സ് എടുത്തോളി. ആ, നല്ല രണ്ടാൾ ഒന്നിച്ച് തള്ളണം. നിങ്ങൾ പറയും ഞാൻ പറയും തള്ളേ പോയില്ല. പിടിച്ചോ. ഇത് നമ്മളെ കൊണ്ട് കൂട്ടിയാൽ കൂടുമെന്ന് തോന്നില്ല കേട്ടോ. വേറെ ആരും ഹലോ, സഹായിക്കണോ? ആ, വേണ്ടി വരും. അല്ലാതെ പോണ മട്ടില്ല. ഭായി തോടാ മദത് കരോ. ആവോ, സഹായിക്കാറോ. നീ അപ്പുറം വിളിക്കും, അപ്പുറത്തെ വശത്ത് വിളിക്കും. ആ, പോട്ടെ പോട്ടെ. തള്ളി തള്ളി. അങ്ങനെ അപ്പോളോ എല്ലാരും കൂടി ഒന്നിച്ച് തള്ളിയപ്പോ അതിന്റെ സുഖം കണ്ടങ്ങള്. ഈ വണ്ടി അനവധി ആളെ ജീവൻ രക്ഷിച്ചതാ. ഓഹോ, ആള് എടുക്കാം. അതെ, ഡോക്ടർ രാവിലെ ഓപ്പറേഷൻ ഫിക്സ് ചെയ്ത് ഈ വണ്ടിയും തള്ളി അവിടെ ചെല്ലുമ്പോ ആമ്പിള്ളേർ ഡോക്ടർമാര് ഓപ്പറേറ്റ് ചെയ്ത് രോഗി സുഖമായി ഡിസ്ചാർജ് ചെയ്ത് പോയിട്ടുണ്ടാവും. അതിലിടക്ക് ഒരു ദിവസം കറക്റ്റിന് സ്റ്റാർട്ടായി ഇത് അവിടെ ചെന്നു. അന്നത്തെ രോഗി കാര്യം ജൽദി ഭായി ഓപ്പറേഷൻ. തളിക്കോ തളിക്കോ. മൂപ്പര് അച്ഛന്റെ പ്രായന്റെ വണ്ടി നല്ലതൊന്നും മാറ്റും. അതുമില്ല. ശുക്രിയ, ബഹുത് ശുക്രിയ. ആ, കൂടുതൽ നോക്കണ്ട, കൂടെ പോരും. അങ്ങനെയല്ലേ ഡോക്ടർ കുടുങ്ങി. അയാൾ തന്നെ ആസ്പത്രിയിലെ നേഴ്സായ തിരുവല്ലക്കാരി കൊച്ചു ത്രേസ്യ
മിസ്സിസ് അഗർവാൾ ആയത് അങ്ങനല്ലേ? അതുകൊണ്ട് കൂടുതൽ നോക്കണ്ട, ഞാൻ തന്നെ പിടുത്തം കൊടുക്കാതെ ഒഴിഞ്ഞു നടക്കുക. യെസ്, അനന്തപത്മനാഭൻ ഹിയർ. ഞാൻ ബോണിയാണ്. അപ്പുറത്തെ ഫ്ലാറ്റിലെ ഉണ്ണികൃഷ്ണൻ എന്ന് വിളിച്ചു തരൂ. വളരെ അത്യാവശ്യമാണ്. ബുദ്ധിമുട്ടാവില്ലല്ലോ? ആ, വിളിക്കാം. മിസ്റ്റർ ഉണ്ണികൃഷ്ണൻ, ഒരു ഫോണുണ്ട്. ഒന്ന് മാറി. ആ ഉണ്ണി. ഉണ്ണി, ഞാനിന്ന് വരില്ല. ഞങ്ങളുടെ ഏരിയ മാനേജർ ട്രിവാൻഡ്രത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. എക്സിക്യൂട്ടീവ് മീറ്റിംഗ്. പിന്നെ ഒന്ന് പോടാ, നിന്നെ എനിക്ക് അറിഞ്ഞൂടെ? ഏതെങ്കിലും ജിൽജിലാക്കിയ ബുൽബനാക്കിയ ഒത്തു കാണും. ഇല്ലളിയ, ആദ്യം ഡ്യൂട്ടി. അത് കഴിഞ്ഞാ നാളെ സാറ്റർഡേ അല്ലേ? സൺഡേ പറ്റിയാലൊന്ന് കോവളത്ത് കൂടും. ആരാണ് കമ്പനിക്ക്? ആശ ചെറിയനാണോ, ശ്രീലയാണോ, ഷാൻഡി പി തോമസ് ആണോ, ശാന്തിയാണോ, ആരാണ്? അതൊന്നും അല്ലളിയാ, പുതിയ നമ്പരാ. വരുമ്പോ ഡീറ്റെയിൽസ് പറയാം. എടാ, കോവളമാണ്, സൂക്ഷിക്കണം. എവിടെയെങ്കിലും പോയി എന്തെങ്കിലും വാങ്ങിക്കൊണ്ട് വന്നാ ഈ പഠിക്കാത്ത ഞാൻ കേട്ടില്ല, പറഞ്ഞേക്കാം. വേലി ചാടുമ്പം മുള്ളു കൊള്ളാതിരിക്കാനും ബോണിക്ക് അറിയാം മോനെ. വിനോദിനോട് പറഞ്ഞേ. ആ ശരി, ഓക്കെ. സോറി, ഒരു ശല്യായില്ലോ. ഇനിയും കോള് വന്നാ വിളിക്കാൻ മറക്കരുതേ. എന്തുവാ അവിടെ? ചുമ്മാ അങ്ങനെ വയലിൻ വായിക്കാനായിട്ട്. പുറത്തിലെ കാറ്റാണേ. അപ്സരസ് കുരുക്കോ? ബോണിയെ പോലെ ദുരുദ്ദേശമൊന്നും ഇല്ലല്ലോ അല്ലേ? നല്ല കുട്ടിയാ, എനിക്കിഷ്ടമായി. നിന്റെ അമ്മ സമ്മതിക്കോ? കാച്ചെണ്ണ തേച്ച് ഏതെങ്കിലും നാട്ടുമ്പുറത്തുകാരെ കണ്ടുവച്ചിട്ടുണ്ടാവും അമ്മ മരുമകളായിട്ട്. എന്റെ ഇഷ്ടത്തിന് ഒരിക്കലും അമ്മ എതിരേക്കില്ല. ജീവിതകാലം മുഴുവൻ ഇങ്ങനെ കാളകളിച്ച് കിടക്കാൻ പറ്റുമോ? എവിടെയെങ്കിലും ഒന്ന് ഒതുങ്ങിക്കൂടണ്ടേ? ഇന്ദുവിന്റെ കത്തൊന്നും വരുന്നില്ല. അപ്പൊ ആഴ്ചയിൽ 4 വെച്ചല്ലേ? നാട്ടിൽ ചെല്ലാത്തതിന്റെ പരിഭവവും പരാതിയും കരച്ചിലും മൂക്കുവീഴ്ചിലും ആകെ പ്രശ്നമാണ്. മുറപ്പെണ്ണിന്റെ അവകാശമല്ലോടാ അതൊക്കെ. മുമ്പൊക്കെ നിന്നെ കളിയാക്കിയിട്ടുണ്ടെങ്കിലും പ്രേമം സുഖമുള്ള ഏർപ്പാടാന്ന് ഇപ്പൊ എനിക്കും തോന്നുന്നു. എന്തോ? എന്റെ അമ്മേ. വിനു, എന്താടാ നീ ഇങ്ങോട്ട് വന്നേ. എന്തിനാ? ഇങ്ങോട്ട് വാടാ. മനുഷ്യന് ഉറങ്ങാനും സമ്മതിക്കത്തില്ല. നീ ഇത് കണ്ടോ? ഏതാ കുഞ്ഞ്? എനിക്കറിയോ. പിന്നെ ഇതെങ്ങനെ ഇവിടെ വന്നു? ആരെങ്കിലും കൊണ്ട് കിടത്തിയേച്ച് പോയതായിരിക്കും. ഞാൻ ഇവിടെ മുഴുവൻ നോക്കി, ആരെയും കാണുന്നില്ല. അയ്യോ, ഇത് നിങ്ങളുടെ കുട്ടിയാണ്, നിങ്ങളെ ഏൽപ്പിക്കുന്നു. അയ്യോ,
ബോണി. കറക്റ്റ്, ഇത് ബോണിയുടെ കുട്ടി തന്നെയാ. അവന് പല പെണ്ണുങ്ങളുമായി കണക്ഷൻ ഉള്ളതല്ലേ, അതിലേതെങ്കിലും ഒരെണ്ണത്തിന്റെ ആയിരിക്കും. തല്ലിപ്പൊളിയാക്കുവോ? ഇനിയിപ്പോ എന്താ ചെയ്യാ? ആകെ നാറ്റ കേസാവും. അവരാണ് ഈ സ്ഥലത്തും ഇല്ല. ഒരു കാര്യം ചെയ്യാം, ആൾക്കാരറിയുന്നതിന് മുമ്പ് ഇതിനെ എടുത്ത് അകത്ത് നിർത്തിയാലോ? ആ, വാ. എടുക്ക്. പതുക്കെ, പതുക്കെ. ഓ, പോടാ. കഥവടക്കി, കഥവടക്കി. നല്ല ഭംഗിയുള്ള കുട്ടി. അതെ, ചെന്ന് നോക്ക്. നീ പോയി. നീ ചെന്ന് നോക്ക്. ആ, ഈ ഫ്ലാറ്റിലുള്ളവർക്ക് ഇസ്തിരി ഇട്ട് കൊടുക്കുന്ന രാമൻ വന്നിട്ടുണ്ട്. വല്ലതുണ്ടോ? ഇന്ന് വേണ്ട, നാളെ വരാൻ പറ. ഭയങ്കര തണുപ്പാ പുറത്ത്. വീടിന്റെ കയ്യില് ബീഡി അത് പിന്നെ അവിടെ എവിടെയും കാണുന്നു. സേർത്തുണ്ട്. ഇതാ, ആ, സിഗരറ്റ് തന്നെ ഉണ്ടില്ലേ? അത് മുഴുവൻ ഇരുന്നോട്ടെ. ഓ, ഇനി ഒരു കാപ്പിയും കൂടി കിട്ടിയ രാവിലത്തെ ഫംഗ്ഷൻ ക്ലീൻ. അയ്യോ, അതിനിവിടെ കാപ്പിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല. അതിനെന്താ ഉണ്ടാക്കാതെ ഇഷ്ടം പോലെ സമയല്ലേ? അല്ല, ഇവരൊന്നും എണീറ്റിട്ടില്ലേ? അല്ല, അവരുറങ്ങിക്കോട്ടെ, നമുക്ക് കാപ്പി ഉണ്ടാക്കാം. അല്ല, ഇവിടെ അടുത്തെങ്ങാനും പ്രസവിച്ച സ്ത്രീകളുണ്ടോ? പിന്നെ ഇവിടൊക്കെ പ്രസവിച്ചവരല്ലേ. പ്രസവിക്കാത്ത മച്ചു പെണ്ണുങ്ങളൊന്നും ഈ ഏരിയയിലില്ല. അതല്ല, ഈ ഫ്ലാറ്റിൽ അടുത്തിടെ പ്രസവിച്ച ഏതെങ്കിലും സ്ത്രീകളുണ്ടോ എന്നറിയാനാ. എന്താ കണ്ണിൽ മുലപ്പാൽ ഒഴിക്കാനാ? കണ്ണിന് എന്ത് പറ്റി? കണ്ണിന് കുഴപ്പമൊന്നുമില്ല. രാത്രി മുഴുവൻ ഒരു കൊച്ചു കുഞ്ഞിനെ നിർത്താനുള്ള കരച്ചിൽ കേട്ടു, അതാ ചോദിച്ചത്. അതാരടാ? ഞാൻ അറിയാതെ ഒരു പുതിയ കാര്യം. ഇനി ഇവരൊക്കെ കേട്ടോ? അവര് കേൾക്കാൻ വഴിയില്ല. ഇത് ആ ഭാഗത്ത് നിന്നാണ് കേട്ടെന്നാണ് തോന്നുന്നത്. അങ്ങനെ കരയാൻ പ്രായമുള്ള ഒരു കുട്ടി ഇവിടെ ഇല്ലല്ലോ. താഴെ എവിടെ എവിടെ കേൾക്കുന്നില്ലല്ലോ. ആ. ഇനി മുകളിലെറ്റായി കറക്റ്റ് ആയിരിക്കും. ഞാൻ നോക്കിട്ട് വരാം. അയാൾ പോയോ? ആ, പോയി. ആ, ഉണന്നോ? എടാ, ഇത് അവന്റെ കുഞ്ഞ് തന്നെയാ. നീ ആ മുഖത്തോട്ടൊന്ന് സൂക്ഷിച്ചു നോക്കി. അവന്റെ തനി പകർപ്പാ. ശരിയാണല്ലോടാ. നീ മറുക കണ്ടോ? ബോണിയുടെ കാലിലുണ്ട് ഇതേപോലത്തെ ഒരു മറുക. അപ്പൊ ഇത് അവന്റെ ഉച്ച തന്നെ. ആ, ആശാ ചെറിയന്റെ അമൃതകുമാരിയുടെയോ എലിസബത്തിന്റെ ആരുടെങ്കിലും കുട്ടിയായിരിക്കും. അവനെ നിങ്ങൾ വരട്ടെ, റാസ്കൽ. ഛേ, അവൻ വരുന്നവരെ കൊച്ചിനെ കാത്തു വെച്ചോണ്ടിരിക്കാൻ പറ്റുമോ നമുക്ക്? കരയില്ല, കരയില്ല. ഇത് കണ്ടോ? ഏതാടാ അടുത്ത കുരിശ്? എനിക്കറിയൂ. ആരായാലും കഥ ഓർക്കണ്ട. കഥ ഓർക്കാതെ ആരെന്നറിയാൻ പറ്റുമോ? അവൻ ചേർക്കും. അയ്യോ, വേണ്ട വേണ്ട വേണ്ട, കരയില് ഉണ്ണിത്താൻ സാറാ. ആരായാലും തുറക്കണ്ട. നമ്മൾ ഇവിടെ ഇല്ലാന്ന് കണ്ട് തിരിച്ചു പൊക്കോളും. കരയിലെ മോളെ, കരയിലെ കരയിലെ കരയിലെ, മാനം കെടുത്തല്ലേ. നീ അതൊക്കെ കാണിക്കില്ലേ? ചീവീട് കരയുന്ന പോലെയല്ലേ ശബ്ദം. ഒരു കാര്യം ചെയ്യ്, ടേപ്പ് റെക്കോർഡർ ഓൺ ചെയ്യ്. കരയില്ലേ, 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 കരയില്ലേ മോളെ, കരയില്ലേ, കരയില്ലേ. കുറച്ചുകൂടി മോളെയും കൂട്ട്. നമുക്ക് ആ TV ഓൺ ചെയ്ത് കൊച്ചിനെ കാണിച്ച കരച്ചിലിട്ടല്ലോ. എടാ, TV പ്രോഗ്രാം കാണാനുള്ള പ്രായമാണല്ലോ കുഞ്ഞിന്. പോരാത്തിന് നമ്മുടെ ടിവിയിലെ പ്രോഗ്രാം കണ്ട കരയാത്ത കുഞ്ഞും കരയും. പിന്നിപ്പോ എന്തോ ചെയ്യാനാ? അമ്മേ, വേണ്ട 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 മോളെ, കരയില്ലേ മോളെ, മോളെ. കുഞ്ഞിന് വിശന്നിട്ടായിരിക്കൂടെ? അടുത്തെങ്ങാനും പ്രസവിച്ച സ്ത്രീകൾ ഉണ്ടായിരുന്നെങ്കിൽ. എന്തിനാ കൊണ്ടേ മുല പിടിപ്പിക്കാനാ? പിന്നെ ഇതിന്റെ കരച്ചിൽ നിർത്തുന്നത് എങ്ങനെയാ? നീ കുഞ്ഞിനെ പിടിച്ചേ, പിടിച്ചേ. ഞാൻ പോയിട്ട് കുറച്ച് പാല് കിട്ടുമോ നോക്കിട്ട് വരാം. എടാ, പെട്ടെന്ന് വരണേ, പാലില്ലാന്ന് പറഞ്ഞ് മുങ്ങിക്കളയല്ലേ. മൂസക്കത്തിരി പാല് കിട്ടുവോ? അയ്യോ, ബൂത്ത് അടച്ചു പോയി കാണുമല്ലോ. പാല് വേണി അതിരാവിലെ പോണ്ടേ? അല്ല, നിങ്ങളൊന്ന് ഉദ്യോഗത്തിന് ഒരു ഗസ്റ്റ് ഉണ്ട്, ചായ കൊടുക്കാനാ. ഈ സമയത്ത് എവിടുന്ന് കിട്ടാനാ? ഇനി പാൽ അത്യാവശ്യമാണെങ്കിൽ മോളിൽ ഉണ്ണിത്താൻ സാറിന്റെ ഫ്ലാറ്റിൽ ഉണ്ടാവും. അവിടെ കാണോ? ഞാൻ വരാം വരാം വരാം. വേണ്ട 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 വേണ്ട, ഞാൻ പോയി വാങ്ങിച്ചോളാം. ഞാൻ പോയി വാങ്ങിച്ചോളാന്നേ. ഇതിലെന്തോ ഒരു അപാകത ഉണ്ടല്ലോ. നല്ല കുട്ടി. ആഹാ, അങ്ങനെ അടയാ കിട്ടി. ആ. എങ്ങനെ കരച്ചിൽ നിർത്തി? അതൊക്കെ നിർത്തിയടയാ. ഓ, നീ ആള് കൊള്ളാമല്ലോ. സംഭവം കൊള്ളാം. പക്ഷെ വിരലെടുത്താ ഉടനെ കൊച്ചു കരച്ചിൽ തുടങ്ങും.
നീ പാലും കൊടുത്തേ. വിരൽ ചപ്പി ചപ്പി സായിപ്പന്റെ വിരൽ പോലായി. നീ എടുത്ത് പാല്, നീ പാല്. കരയിലോ, പാല്. കരയിലോ, ഓ, വേണ്ട, 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 വേണ്ട. പാല് കുടിക്ക്. പാല് കുടിക്ക് മോളെ. പാല് കുടി. ഓ, അതെ, അതെ. നീ കൈ എടുക്ക്, പാല് കുടി. പാല് കുടി, ഇതോ. ഇങ്ങനല്ല, ഇനി ഫീഡിംഗ് ബോട്ടിൽ വേണം. നീ ഒരു കാര്യം, ഞാൻ പോയി വാങ്ങിച്ചോണ്ട് വരാം. നീ ഒന്ന് നില്ല്, 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 നില്ല്. അവിടെ നില്ല്, അവിടെ നില്ല്. ഞാൻ പോയി പഠിച്ചോണ്ട് വരാം. വേണ്ട കള, നീ പാല് വാങ്ങിക്കാൻ പോയിട്ട് നിറം ക്ഷീണിച്ചല്ലടാ. വിനോദ കളിക്കല്ലേ, മേടിക്കാൻ പോയി നീ ആവശ്യം മുങ്ങിയേക്കരുത്. മോളെ 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 മിമിക്രി 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 കാണിക്കട്ടെ. ട്രെയിൻ പോകുന്നു കാണിക്കേ. ഓ കരയല്ലേ. അതെ അതെ പശു 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 പശു. ഓ കരയല്ലേ. പൂച്ച 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 പൂച്ച. കുരങ്ങ് 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 കുരങ്ങ്. അയ്യോ കരയല്ലേ, ഞാൻ പറയുന്നൊന്ന് കേക്ക്. പ്ലെയിൻ പോകുന്ന കാണാതെ. ഒരു ഫീഡിംഗ് ബോട്ടിൽ വേണം. ഹലോ, കാശ്. ഓ ഐ ആം സോറി. ദാ ഫീഡിംഗ് ബോട്ടിൽ. നീ ഇത്ര നേരം എവിടെ പോയി കിടക്കായിരുന്നു? വരുന്ന വഴിക്ക് ഉടുപ്പൂടെ വാങ്ങി. അഴുക്കായി മാറണ്ടേ? ഒരു തൊട്ടിലൂടെ വാങ്ങായിരുന്നില്ലേ? ഞാനത് മറന്നടേ. അയ്യടാ, എന്നിട്ട് നമുക്ക് രണ്ടുപേർക്കും കൂടി താരാട്ടും പാടി ഇവിടെ ഇരിക്കാം. വേറെ പണിയൊന്നുമില്ലല്ലോ. ഒരു മണിക്കൂറായി ഞാൻ കരച്ചിൽ തമ്മിൽ കിടന്ന് പാടുപെടുന്നു. അപ്പൊ ഞാൻ കിടന്ന് പാട്ട് പെട്ടതോ? അതിനൊന്നുമില്ല. ഓ ഓ, നീ ആ കുപ്പി എഴുതിട്ട് പാലെടുത്തുണ്ടോ? പെട്ടെന്ന് ചെല്ലടേ. മൂത്രം. വിനോദേ. മൂടി ഓർക്കടാ. നോക്കിട്ടോ. ഇന്നത്തെ ഹിന്ദു ഉണ്ടോ? ഞങ്ങളിവിടെ ഇന്ത്യൻ എക്സ്പ്രസ്സാ വരുത്തുന്നത്. അകത്ത് ഏതോ ഒരു കുഞ്ഞിന്റെ കരച്ചിൽ പോലെ. കുഞ്ഞോ? ആ മിമിക്രി പ്രാക്ടീസ് ചെയ്യാ. പോടാ. അവൻ വരുന്നുണ്ട്. എന്റെ അളിയാ, ഇന്നലത്തെ ഒരു നൈറ്റ് ലൈഫിൽ മറക്കാൻ പറ്റത്തില്ല. നല്ല കിളി പോലത്തെ ഒരു പെണ്ണ്, ഒരു തമ്പുരാട്ടിക്കുട്ടിയാണ്. ഒരു രാത്രിത്തെ റിലേഷനെ ഉള്ളെങ്കിലും കല്യാണം കഴിക്കാൻ തോന്നിപ്പോയി. ഞാനൊരു കുളി പാസ്സാക്കിയിട്ട് വന്നിട്ട് ഡീറ്റെയിൽസ് പറയാം. ഏതാ രാത്രി കൊച്ച്? നിന്റെ പെങ്ങൾ വെളിയിൽ വന്നിട്ടുണ്ടോ? ഇല്ല. പിന്നെ ഏത് അയൽവക്കത്താരില്ലാണോ? അല്ല. പിന്നെ ഏതാണ്? അത് തന്നെ ഞങ്ങൾക്ക് അറിയേണ്ടത്. റാസ്കൽ. ആരുടെടാ കൊച്ച്? അളിയാ എന്താ ഇത്? സത്യം പറയണം. ആ കിടക്കുന്ന കുഞ്ഞ് ആരുടേതാണെന്ന് ഇപ്പൊ പറഞ്ഞോണം. എനിക്കെങ്ങനെ അറിയാം? നിനക്കറിയത്തില്ലല്ലേ? എടാ, ആശാ ചെറിയന്റെ ആണോ, എലിസബത്തിന്റെ ആണോ, അമൃതകുമാരിയുടെ ആണോ, ഏത് കുമാരിയുടെ ആണെങ്കിലും ഒന്ന് പറ. എവിടാ പെങ്ങൾ വെളിയിൽ? ഓരോന്ന് ഒപ്പിച്ചോട്ട് തമാശ പറയാ. പിന്നെ ഇത് നിങ്ങളുടെ കുട്ടിയാണ്, നിങ്ങളെ ഏൽപ്പിക്കുന്നു.
ഇത് നിങ്ങളുടെ കുട്ടിയാണ്, നിങ്ങളെ ഏൽപ്പിക്കും. ഏത് പെണ്ണിന്റെ ഹാൻഡ് റൈറ്റിംഗ് അത്? എനിക്ക് എങ്ങനെ അറിയാൻ പറ്റും? നിനക്കേ പറയാൻ പറ്റൂ. ഊരാ പാന്റ്. ഊരാ പാന്റ്. എന്നെ കൊണ്ട് സത്യം പറയില്ല. ഊരാ. ഊരാ പാന്റ്. പാന്റ് ഊരാനാ പറഞ്ഞത്. അയ്യേ, അത് ഇതുമായിട്ട് എന്ത് ബന്ധം? ആ ബന്ധമുണ്ട്, നീ പാന്റ് ഊര്. അയ്യേ, ഛെ, കണ്ടോ, കൊച്ചിന്റെ ദേഹത്ത് കണ്ട അതേ മറവ് അതേ സ്ഥാനത്ത് ഇവന്റെ ദേഹത്തുണ്ട്. അത് കൊള്ളാം. രൂപസാദർശമുള്ള ഒരു മരം കൊണ്ടെന്ന് വിചാരിച്ച കുട്ടി എന്റെ എങ്ങനെ ഞാൻ വർത്താനം പറയുന്നത്. വേണ്ട വേണ്ട വേണ്ട, കൂടുതലൊന്നും പറയണ്ട. എന്തായിരുന്നു ഇവിടെ? ബോണിക്ക് അങ്ങനെ അബദ്ധങ്ങളൊന്നും പറ്റാറില്ല. അപ്പൊ അക്കൗണ്ട്സ് സെറ്റിൽ ചെയ്ത് റെസീറ്റ് മേടിക്കാറുണ്ടെന്ന്. ആ റെസീറ്റ് അവിടെ കിടക്കുന്നത്. എടാ, എവിടെങ്കിലും പോയി എന്തെങ്കിലും അബദ്ധം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അന്തസ്സോടെ സമ്മതിക്കേ. ആ, അതിനാണ് സർക്കാർ ഓരോ നിയന്ത്രണങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത്. നിനക്കൊരു 50 പൈസ മുടക്കിയിട്ട് പോയിരുന്നല്ലോ. ബാക്കിയുള്ളവർ ഇങ്ങനെ നടന്ന് ബുദ്ധിമുട്ടുണ്ടല്ലോ. നിർത്തല. എന്താ കാര്യം? എന്താ കാര്യം കാണിച്ചു തരാം. എടുത്തു വിടാ. ഇന്നാ സ്വന്തം അച്ഛന്റെ കൈ തന്നെ ഇരിക്കട്ടെ. ഇനി അച്ഛനായി മോളായി. ഒരേ ഉണ്ണികൃഷ്ണ, ഉണ്ണികൃഷ്ണ, ദാ വിനോദേ, ഒരക്ഷരം മിണ്ടി പോരുത്. രാവിലെ തൊട്ട് ഞങ്ങളും കൂടെ അനുഭവിക്കുന്നതാ. ഫാമിലി റൂം അവിടെ. പോടാ പോടാ. ഉണ്ണികൃഷ്ണ, ഉണ്ണികൃഷ്ണ, കഥ തുറക്കടാ. ഇവിടെ പറയുന്നത് കേൾക്കണേ. തുറക്കടാ ഉണ്ണികൃഷ്ണ, കഥ തുറക്കടാ. വിനോദേ, നീ എങ്ങനെ തുറക്കടാ? അയ്യോ, കൊച്ചു കരയുന്നടാ. കളി തമാശ കളയാനാ പറയുന്നേട്ടാ. എടാ വിനോദേ, തുറക്കടാ, തുറക്കടാ, പുല്ല തുറക്കടാ. ഉണ്ണികൃഷ്ണ, കഥ തുറക്കടാ. നീ ഇത്ര കാലത്ത് തന്നെ എവിടെ പോന്നു? ഇന്ന് മോർണിംഗ് ഫ്ലൈറ്റിൽ ഞങ്ങളുടെ MD വരുന്നുണ്ട്. എയർപോർട്ടിൽ റിസീവ് ചെയ്യാൻ പോണം. MD എയർപോർട്ടൊക്കെ മനസ്സിൽ ഇരുന്നാ മതി. കുട്ടിയെ നോക്കാൻ നീ അങ്ങനെ മുങ്ങണ്ട. പോവാതിരിക്കാൻ പറ്റത്തില്ല. MD എന്ത് വിചാരിക്കും? MD അല്ല, നിന്റെ അപ്പൻ സാക്ഷാൽ വർക്കിച്ചേട്ടൻ വരുന്നെന്ന് പറഞ്ഞാലും നിന്നെ ഞങ്ങൾ വിടത്തില്ല. വിട്ടാ നീ മുങ്ങും. ഉണ്ണികൃഷ്ണ, ഉണ്ണികൃഷ്ണ, കളി തമാശ കാണിക്കരുത്. കാണിച്ചോളാം. അവനെ വിടടാ. MD വരുന്നത് ചെവിയെ തുറക്കാൻ പോണം. ജോലി പോകുന്ന പ്രശ്നമാണ്. ഉണ്ണികൃഷ്ണ, ഉണ്ണികൃഷ്ണ, ബൈ. ഏയ്, ഉണ്ണികൃഷ്ണ, നിന്നല്ലേ, നിന്നല്ലേ അവിടെ. ഏയ്, ഉണ്ണികൃഷ്ണ. ആഷി, ആഷി നിക്കവിടെ. ആഷി ഓടില്ലേ. ആഷി, ആഷി, ആഷി. നിങ്ങൾ എന്തിനാ ഇപ്പൊ ചോട്ട് വന്നത്? അങ്കിൾ ഞങ്ങളുടെ പട്ടി. പട്ടിയാ? ഏതാ അങ്കിൾ ഈ കുട്ടി? ഈ കുട്ടിയും പട്ടിയും. ഇത് അങ്കിളുടെ കുട്ടിയാ? ആ ചെറിയ വായി വലിയ വർത്താനം പറഞ്ഞാലുണ്ടല്ലോ. ഇതിന് മുഖത്ത് എഴുതി വെച്ചിരിക്കുന്ന എന്റെ കുട്ടിയാണെന്ന്. മനുഷ്യനെ നാറ്റിച്ച് അടങ്ങും. ഞങ്ങൾ ഇതിനൊന്ന് കൊണ്ടുപോയിക്കട്ടെ? ആ, കൊണ്ടുവയ്ക്കോ, കൊണ്ടുവയ്ക്കോ. പക്ഷെ തിരിച്ചു കൊണ്ടുവരുന്നത്. ആ, എല്ലാരും കാണിച്ചിട്ട് ഇപ്പൊ കൊണ്ടുവരാം. ചതിക്കല്ലേ. പൊയ്ക്കോ, പൊയ്ക്കോ. മിണ്ടരുത്. കുഞ്ഞിറങ്ങ് ബാവോ. നമുക്ക് ഐസ്ക്രീം മേടിച്ചു തരാം ബാവോ. എന്താ എന്താ കാര്യത്തിലായി കരയുന്നത് ബാവോ? അയ്യോ, ആരെങ്കിലും കേട്ടാ ബാവോ. അയ്യോ, ദൈവമേ ബാവോ. ഇതേതായി കുട്ടി? ഇതിന്റെതാണല്ലോ ഇന്നലെ കേട്ട കരച്ചിലും പ്രശ്നമൊക്കെ. എന്ത് പ്രശ്നം? ആ, ഞാനും ആകെ പ്രശ്നത്തിലാ. ഇതിന്റെ കല്ലും നെല്ലും തിരിഞ്ഞിട്ട് ബാക്കി കാര്യം. ഇതാരെ കുട്ടിയാണ്? ഉണ്ണികൃഷ്ണന്റെ. ഉണ്ണികൃഷ്ണൻ സാറിന്? ആ, അങ്ങനെ ബാച്ചിലേഴ്സ് ആണല്ലേ പറഞ്ഞു? അല്ല, വിനോദിന്റെ. സൂപ്പറും ബാച്ചിലേഴ്സ് ആണല്ലോ. അല്ല, അത് ഓണി സാറേ, എന്നോട് വേണോ ഇത്? കുട്ടിയെ കണ്ടാൽ അറിഞ്ഞൂടെ ആ കണ്ണും മൂക്കും ഏതാണ്ട്? സാറേ, സാരല്ല. ചെറുപ്പക്കാരാവുമ്പോ ഇത്തരം പല അബദ്ധങ്ങളും സംഭവിക്കും. ഇതുപോലെ എത്രയോ അബദ്ധങ്ങൾ പല രാജ്യത്തും കഴിഞ്ഞു വന്നിട്ടുള്ളവനാണ് ഈ ഞാൻ. ആ പോട്ടെ, കൊച്ചിന്റെ തള്ളനെ വിളിക്കും. കൊച്ചിന് തള്ളയൊന്നുമില്ല. ടെസ്റ്റ് ട്യൂബ് ശിശുവാ? പൊന്നു മൂസാക്ക, ചതിക്കരുത്. ഇങ്ങനെ ഒരു കൊച്ചിനെ ഇവിടെ കണ്ട കാര്യം പുറത്ത് ആരോടും പറയരുത്. മൂസാക്ക, ഇതെന്റെ ലൈഫിന്റെ പ്രശ്നമാണ്. നമ്മൾ രണ്ടുപേരും അല്ലാതെ മൂന്നാമതൊരാൾ ഇത് അറിയരുത്. പ്രോമിസ്. ശരി, ഞാനിതാരോടും പറയുന്നില്ല.
ആ കുട്ടിന്റെ കരച്ചിലൊന്ന് മാറ്റിന്ന് വല്ല പാലോ വെള്ളോ കൊടുക്കാൻ നോക്കി. അവനാന്റെ കുട്ടികളൊക്കെ ആവുമ്പോ പേടിക്കണ്ട, ഞാൻ ആരോടും പറയില്ല, എന്നെ വിശ്വസിക്ക. പടച്ചോന്റെ ഒരു കളിയെ നേരെ ചൊവ്വ നിക്കാഹ് കഴിച്ച് കുട്ടികൾ ഉണ്ടായാൽ ഇങ്ങനെ ഒത്തിട്ടൂല. ഇത് കൃത്യം ബോണി സാറിന് അപ്പടി എടുത്തു വെച്ചിരിക്കല്ലേ. മൂസേ, ആ കുട്ടി അയാളുടെ ആണെന്ന് തന്നോട് പറഞ്ഞു? അങ്ങനെ പറഞ്ഞില്ല, പക്ഷെ ഇങ്ങനെ ഒരു കുട്ടിനെ കിട്ടിയ കാര്യം പുറത്ത് പറയരുതെന്ന് ബോണി സാറിനെ കൊണ്ട് സത്യം ചെയ്യിച്ചു. അപ്പൊ അതിലെന്തോ ഒരു പന്തികേടില്ലല്ലോ. ഇപ്പൊ ബോധ്യായല്ലോ. ഇതാ ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് ആളുകളെ മനസ്സിലാക്കാനുള്ള കഴിവില്ലെന്ന്. ഞാൻ പറയുമ്പോ നിങ്ങൾക്ക് ഒരു വിലയില്ലല്ലോ. വസുന്ധരേ, ഒരു കുഞ്ഞു വന്ന് വീട്ടിൽ കയറാന്ന് വെച്ചാൽ അതിൽ പര ഐശ്വര്യം എന്താ? ഈശ്വരന്റെ വരപ്രസാദാണ് കുഞ്ഞുങ്ങൾ എന്നല്ലേ പഴമൊഴി. ഉണ്ണി, എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. അവര് നമുക്കൊരു ഉപദ്രവം ചെയ്തിട്ടില്ലല്ലോ. അവരുടെ ഫ്ലാറ്റിൽ കുട്ടി ഉണ്ടാവേ ഉണ്ടാവാതിരിക്കേ, അതൊക്കെ നമ്മൾ എന്തിനാ അന്വേഷിക്കാൻ പോണത്? അത് തന്നെ ഞാനും പറഞ്ഞത്, അന്വേഷിക്കാൻ പോകണ്ടെന്ന്. ഇനി മേലാൽ അവിടെ പോവോ അവരോട് സൊള്ളാൻ നിൽക്കുകയോ ചെയ്താല് എന്റെ തനിനിറം കാണും, പറഞ്ഞേക്കാം. ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ, ഫാമിലി താമസിക്കുന്ന ഇടയില് ബാച്ചിലേഴ്സിന് ഫ്ലാറ്റ് കൊടുക്കരുതെന്ന്. എന്നോട് പറഞ്ഞോ? എടോ തന്നോടല്ലോ, ഈ ഫ്ലാറ്റിന്റെ ഉടമസ്ഥനോട്. അത് ശരി, അതിന് എന്നോട് ഇങ്ങനെ ഒരു അടിച്ചെന്താ? നേരെ തന്നെ ഞാൻ നമ്മളെ വാര്യറോടും ഡോക്ടറോടും കൂടി ഈ വിവരം ഒന്ന് പറഞ്ഞു പറ്റേ. മറ്റത് അവരെന്ത് വിചാരിക്കും? ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ട് മൂസ മൂടിയ ചെയ്യുന്നാലും വിചാരിക്കുക. തന്നെയല്ല, എനിക്കിത് പറഞ്ഞില്ലേ വല്ലാത്തൊരു മനസാക്ഷി കുത്താ. ഞാൻ പോട്ടെ. അതൊരു മനസാക്ഷി കുത്താ. എന്താടേ, നിന്റെ കൊച്ചുറങ്ങിയോ? ഇല്ല, അകത്ത് നാഗസ്വരം വായിക്കുന്നു. കൊച്ചിന്റെ കാര്യം നാട്ടുകാർ മുഴുവൻ അറിഞ്ഞ് സമാധാനമായല്ലോ. സത്യം എന്നായാലും നാട്ടുകാർ അറിഞ്ഞല്ലോ. എന്നെ പിടിച്ച് വല്ലവന്റെയും കൊച്ചിന്റെ തന്തയാക്കിയാലേ നീയൊക്കെ അടങ്ങും. എടാ ബോണി, നിനക്ക് ഏതായാലും ഒരു അബദ്ധം പറ്റി. ഇനിയെങ്കിലും നീ തുറന്ന് സമ്മതിക്ക്. എനിക്കൊരു അബദ്ധം പറ്റി, നിങ്ങളോടൊപ്പം താമസിച്ചത്. ശ്രീകൃഷ്ണനായിട്ട് നാട് മുഴുവൻ ചുറ്റി അടക്കുമ്പോൾ നീ ഓർക്കണമായിരുന്നു, ജിൽജിരാങ്ക ബുൽബുനാക്കിക്ക് ഇങ്ങനൊരു റിയാക്ഷൻ കൂടി ഉണ്ടെന്ന്. ഇത് എത്ര പറഞ്ഞാലും വിശ്വാസമാവില്ലെന്ന് വെച്ചാ? നീ ഇനി എന്തൊക്കെ തന്നെ പറഞ്ഞാലും ഇക്കാര്യത്തിൽ നിന്നെ ഞങ്ങൾക്ക് വിശ്വാസമില്ല. എന്റെ വേളാങ്കണ്ണി മാതാവേ, ഇതെന്തൊരു പരീക്ഷണമാ. മാതാവ് അങ്ങനെ കള്ളസാക്ഷി പറയില്ല എന്റെ മോനെ. അയ്യോ, ഇതെന്റെ കൊച്ചല്ല. ഇനി എങ്ങനെയാണ് നിങ്ങളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞൂടെ. എന്റെ അമ്മയാണ് സത്യം. എനിക്ക് അങ്ങനെ ഒരു സ്ത്രീയുമായിട്ടും ബന്ധമില്ല. ഒരു തമാശയ്ക്ക് വേണ്ടി പലപ്പോഴായി ഞാൻ നിങ്ങളോട് ഒരുപാട് നുണ പറഞ്ഞിട്ടുണ്ട്. ഓരോ തവണ ടൂർ കഴിഞ്ഞ് വരുമ്പോഴും വെറുതെ കെട്ടിച്ചമച്ച ഓരോരോ കഥകൾ, അത്രേ ഉള്ളൂ. സത്യം പറഞ്ഞ ഈ ആശാ ചെറിയാനും അമൃതകുമാരിയും സീനത്തും ഒക്കെ എന്റെ വെറും സങ്കല്പ കാമുകിമാരാണ്. മോഹം വെറുതെ പറഞ്ഞു തീർക്കുമ്പോഴുള്ള ഒരു സുഖം, അതിങ്ങനെ ഒരു കുരിശാവുന്ന സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിച്ചില്ല. ജീവിതത്തിൽ ഇന്ന് വരെ ഒരു സ്ത്രീയുമായി ഞാൻ ബന്ധപ്പെട്ടിട്ടില്ല. ദയവ് ചെയ്ത് ഞാൻ പറയുന്ന ഇനിയെങ്കിലും ഒന്ന് വിശ്വസിക്കും. പിന്നെ ആരുടെ കുട്ടി? അതാ എനിക്ക് മനസ്സിലാവാത്തത്. ഇനിയിപ്പോ എന്താ ചെയ്യാ? ഈ കൊച്ചൊരു തലവേദനയായല്ലോ. ആരെങ്കിലും അന്വേഷിച്ചു വരുന്നവരെ നമ്മളിതിനെ നോക്കാന്ന് വെച്ചാ? ആരും അന്വേഷിച്ചു വരില്ല, അത് ഉറപ്പാ. അന്വേഷിച്ചു വരാനാണെങ്കിൽ പിന്നെന്തിനാ ഉപേക്ഷിച്ചിട്ട് പോയത്? ഒരു കാര്യം ചെയ്താലോ, നമുക്കിതിനെ പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിച്ചാലോ? ഏയ്, അത് വേണ്ട. പിന്നെ കേസും സ്റ്റേഷനിൽ കയറി ഇറങ്ങലും ഇതിനേക്കാൾ വലിയ പുലിവാലാവും അത്. പിന്നെന്ത് ചെയ്യാനാ? നമുക്ക് ഇതിനെ ഡോറി കിടന്നല്ലേ കിട്ടിയത്. ആരും അറിയാതെ മറ്റേതെങ്കിലും ഡോറി കൊണ്ടുവച്ച് നമുക്ക് തടി രക്ഷപ്പെടുത്താം. അത് ശരിയാവില്ല ബോണി. കുഞ്ഞിന്റെ കാര്യം ഇപ്പൊ തന്നെ ഫ്ലാറ്റിൽ മറ്റെല്ലാരും അറിഞ്ഞിരിക്കുന്നു. എടാ, ഈ കോളനിയല്ല, പുറത്തെവിടെയെങ്കിലും അങ്ങ് ദൂരെ. ആരാത്? ഞങ്ങളാ അത് സാറന്മാരോ? നിങ്ങൾ ഈ അസമയത്ത് കുഞ്ഞിനും കൊണ്ട് എവിടെ പോകണം? കുഞ്ഞിനെ ആശുപത്രി. ഇപ്പൊ എവിടെ ആസ്പത്രി? ഏത് ആസ്പത്രി? അത് പിന്നെ നമുക്ക് രാജലക്ഷ്മി ഡോക്ടറെ എടുത്തു പോവാ. ഞാനും വരാം. അയ്യോ, മേളൊരു ശബ്ദം കേട്ടില്ലേ? ഇതിന്റെ മുകളിലോ? ഞാനറിയാത്തൊരു സൗണ്ട്. മുകളിൽ മൂന്നാമത്തെ വലിയ ശബ്ദം കേട്ട്. ചെന്നോ. ഇതിലെന്തോ ഒരു പെശകുണ്ടല്ലോ. ഇവിടെ മതി, ഇവിടെ ഒരുപാട് വീടുകളുണ്ട്. ഏതെങ്കിലും ഒരു ഗേറ്റിൽ കൊണ്ടുവെക്കാം.
എല്ലാരും ഉറങ്ങിയെന്ന് തോന്നുന്നു. ഇവിടെ കിടന്ന നമുക്ക്. അറിയാ മാരുതി കറ കിടക്കുന്നു. ഏതായാലും സാമ്പത്തിക നില 10 രൂപ. അഥവാ ഒരു കുട്ടിയെ കൂടുതൽ കിട്ടിയെന്ന് വിചാരിച്ച ഒരു കുഴപ്പമുണ്ടാകാൻ പോകുന്നില്ല. ഇവിടെ അതിനെക്കാട്ടി നല്ലതാ. അവിടെ മാരുതി കാറല്ലേ, ഇവിടെ കോട്ടസാ ക്ലാസിക്കാ. ഇങ്ങോട്ട് കിടത്ത്. ഇവിടെ അതൊക്കെ ഉണത്തരുത്. വാ. ബോണി നീ വണ്ടി നിർത്തി. എന്താടാ കുഞ്ഞിനിപ്പോ പട്ടി അടിച്ചോണ്ട് പോയനെ? ഈ പരിപാടി ശരിയാവില്ല. നീ വണ്ടി വിട്. എവിടെ പോകാ ഒരുങ്ങി കിട്ടി? നീ കൊച്ചിന് പാല് കൊടുത്തോ? ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇന്ന് മുതൽ കുട്ടിയെ നോക്കാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല. എത്ര പെർഫ്യൂം അടിച്ചിട്ടും അപ്പി കഴിയേണ്ട നാറ്റം ഇതുവരെയായിട്ടും പോയിട്ടില്ല. കുട്ടിയെ നോക്കി ഇപ്പൊ പരിചയമായിട്ടുള്ള നിനക്കല്ലേ? ഇന്നൊരു ദിവസം കൂടെ നോക്കടേ. അതങ്ങ് അച്ചുകെട്ടി ചെന്ന് പറഞ്ഞാൽ മതി. കൊണ്ട് കളയാന്ന് വെച്ചാൽ നീയല്ലേ എടുത്തോണ്ട് വന്നു, നീ തന്നെ നോക്കിയാൽ മതി. ഇന്ന് ഡയറക്ടേഴ്സ് ബോർഡ് മീറ്റിംഗ് ഉള്ള ദിവസം പോയില്ലെങ്കിൽ എന്റെ പണി അറിയും. ഓ ബാക്കിയുള്ളവരൊക്കെ അവിടെ ജോലിയും കൂലിയില്ല നിൽക്കുമല്ലേ. ഇന്നൊരു ദിവസം കൂടെ പോണി ലീവ് ഇട്. കൊച്ചിനെ തനിച്ചാക്കിട്ട് പോകാൻ പറ്റില്ലല്ലോ. ഓഹോ നമ്മളും അങ്ങ് ഒരുങ്ങി പുറപ്പെട്ടോ? ഇതെന്തൊരു കഷ്ടമാണെന്ന് പറ. ദേ ഇന്ന് അങ്ങനെ ആരും സൂചിക്കണ്ട, നമുക്ക് 3 പേർക്കും കൂടെ കൊച്ചിനെ നോക്കാം. ഇങ്ങോട്ട് പറയും. ഇന്നൊരു തീരുമാനം ഉണ്ടാക്കിയിട്ട് പോയാൽ മതി. എന്നാ ഒരു കാര്യം ചെയ്യാം, നമുക്ക് നറുക്കിട്ട് തീരുമാനിക്കാം. അത് കൊള്ളാം. നിങ്ങൾ രണ്ടുപേരും കൂടെ നറുക്കിട്ട് ആരാന്ന് വെച്ചാൽ തീരുമാനിക്കും. ഇവിടെ വാ. അങ്ങനെ ഏതായാലും തീരുമാനിച്ച സ്ഥിതിക്ക് 2 പേരായിട്ട് വേണ്ട. എന്തേ ഇന്ന് ഡയറക്ടർ വരുന്ന ദിവസം എനിക്ക് പോകാണ്ടിരിക്കാൻ പറ്റില്ല. അപ്പൊ ഞാൻ ഇന്നലെ കൊച്ചിനെ നോക്കി ഏത് ഒപ്പിപ്പെടും? അയ്യടാ, അപ്പൊ നീ വരുന്നതിന് മുമ്പ് നിന്റെ കുഞ്ഞാന്ന് പറഞ്ഞ് ഞങ്ങൾ നോക്കി ഏത് ഒപ്പിപ്പെടുത്തും? സൈലൻസ്. നമുക്ക് നറുക്കിട്ട് തീരുമാനിച്ചാൽ മതി. എന്നാ നറുക്കിട്ട് തീരുമാനിച്ചാൽ മതി. ഐശ്വര്യമായിട്ടൊന്നെടുത്തേ. ഈശ്വര വിനോദ്, ഇനി ഒന്നും പറയാൻ നിൽക്കണ്ട. കുഞ്ഞിന്റെ കാര്യങ്ങൾ ഒന്നും മറക്കരുത്. 10 മണിക്ക് പാല്, 11 മണിക്ക് സെർലാക്ക്. അപ്പിയിട്ടാൽ കഴുകാൻ മറക്കരുത്. പെർഫ്യൂം അലമാരിൽ തന്നെ ഇരിപ്പുണ്ട്. എത്രയായി? 650. ഇതിനകത്തേ കരയല്ലേ? അച്ഛാ ഇതാ C6. ദൈവമേ, അമ്മാവനോ? ഇന്ദു, നിങ്ങൾ എങ്ങനെ ഈ സ്ഥലം കണ്ടുപിടിച്ചേ? ഞങ്ങൾ ആദ്യം നിന്റെ ഓഫീസിലായിരുന്നത്. നീ എന്താ ഇന്ന് ഓഫീസിൽ പോവാഞ്ഞ്? സുഖമില്ലായിരുന്നു, ചെറിയൊരു പനി. അയ്യോ, എന്നിട്ട് ഡോക്ടറെ കണ്ടില്ലേ? ഡോക്ടറെ കാണിക്കാൻ വേണ്ടി മാത്രമൊന്നും ഇല്ലായിരുന്നു. ദേ ഇപ്പൊ ഒരു മെനകെട്ട പനി ഇറങ്ങിയിട്ടുണ്ട്, സൂക്ഷിക്കണം. അമ്മാവൻ ഇന്ദും കൂടെ എന്താ പ്രതീക്ഷിക്കാതെ ഈ വഴിക്ക്? ഇവൾക്കൊരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞു വരുന്ന വഴിയാ. ഞാൻ പറഞ്ഞതാ ഇവളോടെ ജോലിക്കൊന്നും പോകണ്ടെന്ന്. നിനക്കൊരു നല്ല ജോലി ഉള്ളപ്പോ പിന്നെ ഇപ്പോഴൊക്കെ ഭാര്യയ്ക്കും ഭർത്താവിനും ജോലിയുള്ളതാ ഫാഷൻ. വിനുവേട്ടന് അതാ ഇഷ്ടം അല്ലേ വിനുവേട്ടൻ? അതെ, കല്യാണം കഴിഞ്ഞിട്ട് പിന്നെ എടാ ഇവിടെ കക്കൂസ് എവിടെയാ? ഊണ് കഴിഞ്ഞപ്പോ തുടങ്ങിയതാ വയറിനൊരു പന്തികേട്. പിന്നെ അതിൽ വെള്ളമില്ല, ഫ്ലഷ് വർക്ക് ചെയ്യുന്നില്ല. ഇതിനകത്താവുമ്പോ ഇന്ദു ഞാൻ പിണക്കുവാ. പനിയായിട്ട് എന്നെ അറിയിക്കാൻ എന്താ? അതിന് മുൻകൂട്ടി അറിയിച്ചിട്ടാണോ പനി വരുന്നത്? ഈ വിനുവേട്ടൻ എപ്പോഴും എങ്ങനെയാ? എന്റെ വിഷമം വിനുവേട്ടന് അറിയില്ല. എന്തെങ്കിലും അസുഖം വന്ന് കിടപ്പിലായാൽ നോക്കാൻ ഞാൻ എടുത്തില്ലാണ്ട്. പിന്നെയും തുടങ്ങിയല്ലോ പിണക്കവും പരിഭവവും ഒക്കെ. എത്ര കത്ത് ഞാൻ അയച്ചു, ഒന്നിനെങ്കിലും മറുപടി ഓ അയച്ചു? പിന്നെ നിന്നെ പോലെ വാരിക വായനയും പ്രേമലേഖനം എഴുത്തുമല്ല എന്റെ പണി. എന്താ ഇത്? അതെ, ബോണിയുടെ പെങ്ങളും കുട്ടിയും വന്നിരുന്നു, അവരെടുക്കാൻ മറന്നുപോയതാ. ഇതെന്താ ഇവിടെ ഒരു കുട്ടിയുടെ കരച്ചില്? അതൊരു തരം പുതിയ ആഫ്രിക്കൻ മ്യൂസിക്കാ. ഉണ്ണി ഉണ്ടെന്ന കാസറ്റാ. ചേട്ടൻ എന്നിൽ നിന്ന് എന്തോ വിളിക്കാൻ ശ്രമിക്കുന്നു. മാറിക്കേ. ഞാൻ പറയുന്നൊന്ന് കേക്ക്. ഒന്നും കേക്കണ്ട.
ആരുടെ കുട്ടിയാ അത്? എന്തിനാ കുട്ടി ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്? ഒളിപ്പിച്ചോ? വേണ്ട, ചേട്ടൻ എന്നെ ചതിക്കുമായിരുന്നു. കൊച്ചിന്റെ തള്ളെ വിളിക്ക്. അയ്യോ, ഇപ്പൊ എനിക്കെല്ലാം മനസ്സിലായി. എന്ത് മനസ്സിലായി? മതി, നിലാവുറങ്ങുന്ന രാത്രിയിൽ അന്നക്കുട്ടിയുടെ ജീവിതം പോലെ എന്റെ ജീവിതം. എല്ലാം വിധിയാണ്, ഞാൻ അനുഭവിച്ചോളാം. ഇന്ദു, ഇന്ദു നിക്ക്. ഇന്ദു, ഞാൻ പറയുന്നൊന്ന് കേക്ക്. എന്താ ഒരു ബഹളം? എന്തിനാ നീ കരയുന്നേ? അച്ഛമ്മ, നമുക്ക് പോകാം. 5 മണിക്കല്ലേ ട്രെയിൻ ഉള്ളൂ. കുറച്ചു നേരം വിശ്രമിച്ചിട്ട് നമുക്ക് റെയിൽവേ സ്റ്റേഷൻ പോയിരുന്ന് വിശ്രമിക്കാം. നീ കാര്യം എന്താന്ന് വെച്ചാ പറ. അച്ഛൻ വരുന്നുണ്ടോ? ഞാൻ പോവാ. എന്റെ കൊടയും ബാഗും. ഇന്ദു, നീ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുക. ഞാൻ പറയുന്നൊന്ന് കേക്ക്. വേണ്ട, പറഞ്ഞത് മതി. ഇന്ദു, ഇന്ദു. അമ്മാവാ, എന്നാലും എന്റെ വിനോദം ഞാൻ ഇത്രയ്ക്കും പ്രതീക്ഷിച്ചില്ല. എന്റെ അമ്മേ. എന്താടാ അണ്ടി പോയ അണ്ണാനെ പോലെ മോന്തയും വീർപ്പിച്ച്? ദേ, ഇതിനൊരു തീരുമാനം ഉണ്ടാക്കിയില്ലെങ്കിൽ സത്യമായിട്ട് ഇവിടെ എന്തെങ്കിലുമൊക്കെ നടക്കും. എന്ത് പറ്റിയടാ? ആർക്കും വേണ്ടാത്തൊരു പെരട്ട കൊച്ചിന്റെ പേര് എന്റെ ലൈഫാ തൊലയാൻ പോകുന്നത്. അത്രേ ഉള്ളോ? ഒരുമാതിരി ചൊറിയുന്ന വർത്താനം പറയരുത്. നീ ചൂടാവുന്ന കാര്യം എന്താന്ന് വെച്ചാ പറ. ആ ഇന്ദു അമ്മനോട് വന്നു കയറി ആകെ നാട് നാശമായി. അത് കൊള്ളാം. കാമുകനേതോ അഭീത ബന്ധത്തിലുണ്ടായ കുഞ്ഞാന്ന് വിചാരിച്ച കാമുകി പിണങ്ങി പോയി. സാരല്ലേ, പോനാ പോട്ടും. ഒറ്റ പട്ടിയിൽ വെച്ചെന്നുണ്ടല്ലോ. നീ ഇങ്ങനെയാണ് തുള്ളാതെ സംഭവിച്ചു പോയില്ലേ? നിങ്ങൾക്ക് അറിഞ്ഞൂടെ എന്റെ എവിടെയും കല്യാണം നിശ്ചയിച്ചു വെച്ചേക്കാണെന്ന്? ഇനി നാട്ടിൽ പോയി എന്തൊക്കെ പുലിവാരുണ്ടാക്കി വെക്കുന്ന ആർക്കറിയാം? വിഷം കുടിക്കും, തൂങ്ങിച്ചാവും, അല്ലെങ്കിൽ കെണ്ടി ചാടും. അല്ലാതെ പിന്നെ നിനക്ക് അവളോട് കാര്യം തുറന്നു പറഞ്ഞുകൂടായിരുന്നോ? അതൊന്ന് പറയാൻ കൂടി അവൾ സമ്മതിച്ചില്ലെന്ന്. ദേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഇനി നറുക്കിടാനും കൊച്ചിനെ നോക്കാൻ എന്നെ വിളിക്കരുത്, ഞാൻ ഉണ്ടാവില്ല. സൈറം വിളി തുടങ്ങി കഴിഞ്ഞു. നീ ഒന്നും പോയി നോക്ക്, എനിക്ക് കരച്ചിൽ മാറ്റി. ആ ശ്രീകരത്തിനെ കൈവച്ച് ഓടിയല്ല, സെന്റിമെന്റ് ഉള്ളവർ പോയി എടുക്കോ, താലോലിക്ക് എന്ത് വേണമെങ്കിലും ചെയ്തു. എന്ത് കഷ്ടം, നീ ഒന്ന് പോയി നോക്ക് പോണി. ഫുൾ ഡേ കഴിയട്ടെ. നറുക്കെടുക്കണമെന്ന് പറഞ്ഞ നീയല്ലേ? ഫുൾ ഡേ കഴിയട്ടെ. സൗകര്യമില്ല. ആ കൊച്ചി ചാവോ കരയോ എന്ത് വേണമെങ്കിലും ചെയ്തു. സൗകര്യമില്ലെന്ന് മാത്രം പറയരുത്. ഓഫീസിലോട്ട് ഞങ്ങളിപ്പോ വന്നിട്ടില്ലേ ഉള്ളൂ. ഞങ്ങൾക്ക് 100 കൂട്ടം ജോലിയുണ്ട്. ഓഫീസിൽ നിന്ന് ഉറങ്ങുന്നതല്ല കൊച്ചിനെ നോക്കുന്നത്. ഉറങ്ങുന്ന കാര്യം മാത്രം പറയരുത്. ഇനി എന്തൊക്കെ എടാ, നരച്ചിട്ട് നീ വന്ന് നോക്കിക്കോളാന്ന് പറഞ്ഞില്ലേ? ഇപ്പൊ ഒരു വർത്തമാനം പറഞ്ഞാണല്ലോ. എന്തായാലും ഈ കുഞ്ഞിനെ നോക്കാൻ എന്നെ കൊണ്ട് വെരി സോറി. എക്സ്ക്യൂസ് മീ, കുഞ്ഞു കരയുന്നത് കേട്ടില്ലേ നിങ്ങൾ? കേട്ടു. കുട്ടികളാവുമ്പോൾ ചിലപ്പോ കരഞ്ഞെന്നൊക്കെ ഇരിക്കും. കുട്ടി ഇങ്ങനെ നിർത്താതെ കരഞ്ഞാൽ അതിനെന്തെങ്കിലും അസുഖം പിടിപെടില്ലേ? പെടുന്നെങ്കിൽ അങ്ങ് പെടട്ടെ. കുട്ടിയുടെ ഗാർഡിയൻസിനെ കുറിച്ച് ഇതുവരെ ഇൻഫർമേഷൻ ഒന്നും ഇല്ലാത്ത സ്ഥിതിക്ക് ഏതെങ്കിലും ഓർഫനേജിലാക്കുന്നല്ലേ ബുദ്ധി? അഥവാ നിങ്ങൾ പറയുന്ന പോലെയാണ് കാര്യങ്ങളെങ്കിൽ പോലീസിൽ വിവരം അറിയിക്കുകയാണ് ആദ്യം വേണ്ടിയിരുന്നത്. മദർ, എങ്ങനെയെങ്കിലും ഞങ്ങളെ ഒന്ന് സഹായിക്കണം. ഇവിടെ ഒത്തിരി അനാഥ കുട്ടികൾ ഉള്ളതല്ലേ. കൂട്ടത്തിൽ ഒന്നുകൂടെ കൂടിയെന്ന് കരുതിയാ പോരെ? കുട്ടി അനാഥയാണെന്നുള്ളതിന് രേഖകൾ വേണം. ഇല്ലെങ്കിൽ നാളെ ഇതിന്റെ അവകാശികൾ ആരെങ്കിലും അന്വേഷിച്ചു വന്നാൽ ഞങ്ങൾ സമാധാനം പറയേണ്ടി വരും. ഞങ്ങൾ പിന്നെ ഇതിനെ എന്ത് ചെയ്യണമെന്നാ മദർ പറയുന്നത്? നിങ്ങളുടെ ബുദ്ധിമുട്ട് മനസ്സിലാകാഞ്ഞിട്ടല്ല, പക്ഷെ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ഉറപ്പ്? എങ്കിൽ ഞങ്ങളൊരു കാര്യം ചെയ്യും. പോണ വഴിക്ക് കൊച്ചിനെ ഗേറ്റിന്റെ മുമ്പിൽ കിടത്തിയേച്ച് ഒരു ബെല്ല് അടിച്ച് ഞങ്ങൾ അങ്ങ് മുങ്ങിക്കളയും. പിന്നെ വിഷമം വിചാരിച്ച കാര്യമില്ല. ഇവിടെ പല കുട്ടികളെയും കിട്ടുന്ന അങ്ങനെയാണല്ലോ. നിങ്ങൾക്കൊക്കെ ഒരു ധാരണയുണ്ട്. ഏതെങ്കിലും സാഹചര്യത്തിൽ എങ്ങനെയോ ജനിക്കുന്ന കുട്ടികളെ കൊണ്ടുവന്ന് തള്ളാനുള്ള സ്ഥാപനമാണ് ഓർഫനേജ് എന്നൊക്കെ. ഐ എം സോറി. ബോണി, അയ്യോ വേണ്ട മോളെ, എന്റെ മോളല്ലേ, കരയല്ലേ മോളെ. വേണ്ട കുട്ടോ, വേണ്ട കുട്ടോ. നിനക്ക് എന്ത് വേണോടാ? നിനക്ക് പാല് കുടിക്കണം. നിനക്ക് എന്താണ് കരയുന്നത്? നീ വേണ്ട. വാവോ കരയില്ലേ കുട്ടാ. എന്ത് വേണം നിനക്ക്? എന്ത് വേണോടാ നിനക്ക്? കുഞ്ഞു വല്ലാതെ കരയുന്നുണ്ടല്ലോ, എന്തു പറ്റി? വല്ലാത്ത വാശികരിയാ. ഇന്ന് ഓഫീസിൽ പോയില്ലേ?
കുഞ്ഞിനെ നോക്കേണ്ട ഊഴം ഇന്ന് എനിക്കാ. ഞാനൊന്ന് എടുത്തു നോക്കട്ടെ. ഉപേക്ഷിച്ചു പോയവർ അന്വേഷിച്ചു വന്നാലോ? തിരിച്ചു കൊടുക്കേണ്ടി വരും. കരയില്ലേ മോളെ? ഓ ഓ, 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 ഓ. കുഞ്ഞ് കരച്ചിൽ നിർത്തിയല്ലോ. അപ്പൊ എന്താ നിങ്ങളെ തീരുമാനം? നീ എന്താ ആലോചിക്കുന്നത്? നിനക്കെന്താ സെന്റിമെന്റ്സാ? ആ സെന്റിമെന്റ്സ് അല്ല. ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ആരെങ്കിലും അബദ്ധത്തിന് കൊണ്ടിട്ടിട്ട് പോയതാവും കുഞ്ഞിനിവിടെ. എന്തെങ്കിലും അവകാശം പറഞ്ഞ് അവരന്വേഷിച്ചു വന്നാൽ തിരിച്ചു കൊടുത്തല്ലേ പറ്റൂ. വളർത്താൻ ഏൽപ്പിച്ചിരിക്കല്ലേ, ഒന്ന് പോടാ. എങ്ങനെയെങ്കിലും കയ്യിൽ നിന്ന് ഒഴിവാക്കി ഊരിപ്പോരാ മൂസാക്ക് ഒരു ഐഡിയ പറഞ്ഞപ്പോ അവന്റെ ഒരു എന്റെ ബലമായ സംശയം ഈ കൊച്ചി ഇവന്റെ ആണെന്നാ. ഈ മിണ്ടാപ്പൂച്ച കലോടക്കെന്ന് കേട്ടിട്ടില്ലേ? ഒരു മാതിരി മറ്റടുത്ത് വർത്താനം പറഞ്ഞാണല്ലോ. നീ മറ്റേടത്ത് വർത്താനം പറയും. എന്റെ കുട്ടിയായിരുന്നെങ്കിൽ നീ ഇങ്ങനെ ചെയ്യും. നിങ്ങൾ ഇങ്ങനെ കച്ചവടമാണെങ്കിലേ ഞാൻ വരും. ഒന്ന് മാറുമാനെ. മൂസാക്ക് നിക്ക്. ദേ രണ്ടുപേരോടെ കേൾക്കാൻ പറയാ. ഇനി കൂടുതൽ ചർച്ചകളൊന്നും വേണ്ട. മൂസാക്ക് പറഞ്ഞ പോലെ ഇന്ന് രാത്രി തന്നെ നമ്മൾ കുട്ടിയെ ഏജന്റിനെ ഏൽപ്പിക്കുന്നു. അയാൾ സായിപ്പിന് വിൽക്കോ ജർമ്മനിക്ക് അയക്കോ എന്ത് വേണമെങ്കിലും ചെയ്യട്ടെ. അതെ, കാര്യങ്ങളൊക്കെ മൂസാക്ക് പറഞ്ഞിട്ടുണ്ടല്ലോ. കൊടുക്കേന്ന് നിങ്ങൾ ധൈര്യമായിട്ട് കൊടുത്തോളി. സ്വന്തം അമ്മയും ബാപ്പയും നോക്കുന്നതിനേക്കാൾ നന്നായിട്ട് സായിപ്പന്മാർ നോക്കും. മാത്രല്ല ഇവള് നല്ല വെളുത്ത സുന്ദരിയായിട്ട് വല്ല അമേരിക്കയിലോ ലണ്ടനിലോ വളരുന്നത് ഞമ്മക്കൊരു ക്രെഡിറ്റ് അല്ലേ? പടച്ചോൻ സഹായിച്ചിട്ട് ഇവളെ കെയർ ഓഫിൽ പിന്നീട് ഞമ്മക്കൊരു വിദേശയാത്ര തരപ്പെട്ടുകൂടാന്നില്ലല്ലോ. സായിപ്പന്മാര് വിചാരിച്ചാൽ എവിടാ കൊണ്ടുപോയിക്കൂടാത്തത്? നിങ്ങൾ കൊടുക്കി. മോളെ വാ. ആ. ഹോ, ഒരു ബാധ ഒഴിഞ്ഞ പോലെ. ഈ കൊച്ചു പിള്ളേരെയൊക്കെ വളർത്തുന്നവരെ സമ്മതിക്കണം അല്ലേ? ഇനി ഒരു 4 ബ്രാൻഡി അടിച്ചിട്ട് മനസ്സമാധാനമായിട്ട് കിടന്ന് ഉറങ്ങണം. എനിക്കെന്തോ ഒരു അൺഈസ്നെസ്, വല്ലാത്തൊരു ശൂന്യത ഫീൽ ചെയ്യുന്നു. നിനക്കെന്താ വീണ്ടും സെന്റിമെന്റ്സാ? അതല്ല ബോണി, എനിക്കും തോന്നുന്നു എന്തോ പെട്ടെന്ന് നഷ്ടപ്പെട്ടതുപോലെ. ആ കുഞ്ഞിന്റെ കരച്ചിലും ചിരിയും മനസ്സിൽ നിന്ന് മായുന്നില്ലടാ. പണ്ടാരടങ്ങ. എന്താ നിങ്ങളുടെ ഉദ്ദേശം? വെറുതെ പറഞ്ഞതേ ഉള്ളൂ. സെന്റിമെന്റ്സും മാങ്ങാത്തൊലി, കള്ളു കുടിക്കാനുള്ള മൂടും കളഞ്ഞു. കിടന്നുറങ്ങാൻ നോക്ക്. ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ. അത് ആ കുഞ്ഞ് തന്നെയാ. ആയിക്കോട്ടെ, നമ്മൾ ആ കുഞ്ഞിനെ ഉപേക്ഷിച്ചല്ലേ, പിന്നെ എന്തായ നമുക്കെന്താ? അങ്ങനെയല്ല ബോണി, സായിപ്പിന് വളർത്താൻ കൊടുക്കുന്നു പറഞ്ഞല്ലേ അയാൾ നമ്മുടെ കയ്യിൽ നിന്ന് കുട്ടിയെ വാങ്ങിച്ചത്. തെണ്ടക്കാരുടെ കൂട്ടത്തിൽ കണ്ടു എന്ന് പറഞ്ഞപ്പോ ഒരു വിഷമം. ഒന്നുമില്ലെങ്കിലും കുറച്ചു ദിവസം നമ്മളോട് കഴിഞ്ഞല്ലേ അത്. നീ ഒന്ന് ആലോചിച്ച് നോക്കി. അതിന്റെ കയ്യോ കാലോ മുറിച്ചെടുത്ത് അല്ലെങ്കിൽ കണ്ണു കുത്തിപ്പൊട്ടിച്ച് ജീവിതകാലം മുഴുവൻ തെരുവി തിണ്ടിയെടുക്കാന്ന് പറഞ്ഞ ആർക്കോ ജനിച്ചതാണെങ്കിലും അറിയാതെ ആ കുഞ്ഞ് നമ്മൾ ഒരുപാട് ശല്യപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ഇങ്ങനൊരു ദുരന്തം അതിന് വരണോ? ഒന്നോർത്താ നമ്മളല്ലേ എന്നെ കാരണക്കാരാവുക. അതിന്റെ ശാപം നമുക്ക് കിട്ടില്ലേ? അതിപ്പോ നമുക്കിനി എന്ത് ചെയ്യാൻ പറ്റും? കൂടുതലൊന്നും ആലോചിക്കണ്ട. എങ്ങനെയെങ്കിലും അയാളിൽ നിന്ന് കുട്ടിയെ തിരിച്ചു വാങ്ങണം. വാങ്ങിയിട്ട് നമ്മൾ അതിനെ വളർത്തും.
അതെ, ഈ മുതലവാസം എന്ന് പറയുന്ന ആള് ദാ അവിടെ. വാസു, വരാവേ. എന്താ സാറേ? ആ കൊച്ചെവിടെ? അത് ഇന്നലെ തന്നെ കച്ചവടമില്ലേ? കൊച്ചിപ്പോ ജർമ്മനിൽ എത്തിക്കാണും. കള്ളം പറയണ്ട. കൊച്ചെവിടെയെന്നാ ചോദിച്ചു? പറഞ്ഞ പോലെ തന്നെ സായിപ്പിന് കൊടുത്തന്ന്. കൊച്ചവിടോ? ഞാൻ പറഞ്ഞില്ലേ? അവിടെ നിൽക്ക്. കൊച്ചിനെ തൊട്ട് മാറരുത്. മാറിയിരിക്കാൻ. എടാ ചന്ദ്ര, മാറിയിരിക്കാൻ. കൊച്ചിനെ കൊണ്ടുപോകുന്നതിന് 5000 രൂപ കൈയോട് തരണം. 5000 10,000 തരാം. എടാ പിടി. നീ പോരാ. കുട്ടിയെ വയ്ക്കോ? എടാ പിടിടാ. എടാ ചന്ദ്ര. കൊച്ചിനെ ഇങ്ങോട്ട് വരാനോ? വണ്ടി വളരാനോ? അയ്യോ, വണ്ടി എടുത്തോ. ഓടി വേണ എല്ലാരും. അവിടെ നിൽക്കടാ. വളരാ വണ്ടി. അവിടെ നിൽക്കടാ. പൊന്നുമോളെ, നീ ആരാ? പറിച്ചെറിഞ്ഞിട്ടും പിന്നെയും പിന്നെ എന്തിനാ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്? നീ ഞങ്ങളുടെ ആരാ? ഏതോ പൂർവ്വ ജന്മബന്ധം പോലെ നീ ഇപ്പൊ ഞങ്ങളുടെ ആരോ ആയിക്കൊണ്ടിരിക്കുക. നിനക്കറിയോ, നിന്നെ ഇപ്പൊ ഞങ്ങൾ സ്നേഹിച്ചു തുടങ്ങിയിരിക്കുക. ആർക്ക് വേണ്ടെങ്കിലും നിന്നെ ഇനി ഞങ്ങൾക്ക് വേണം. ഇനി നിന്നെ ഞങ്ങൾ ഉപേക്ഷിക്കില്ല. നിന്നെ ഞങ്ങൾ വളർത്തും. ഒരു കുരുന്നു മാലാഖയെ പോലെ നീ ഞങ്ങളുടെ ഇടയിൽ ജീവിക്കും. എടാ, നമുക്ക് ഇവൾക്കൊരു പേരിടണ്ടേ? വേണം. എന്തു പേരാ വിളിക്കുക? ചക്കി. പാർക്കുട്ടി നായലോ? ഏയ്, കിങ്ങിണി. 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 കൊള്ളാം. നല്ല പേര്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എന്നെ മനസ്സിലായിട്ടുണ്ടാവില്ലല്ലേ? ഇല്ല. ആ, നിങ്ങളൊക്കെ ഒരേ ലാംഗ്വേജുകാരാണോ? മറാഠി, ഗുജറാത്തി, തമിഴ്, ഹിന്ദി. ഞാൻ വേറൊന്നും ചോദിക്കില്ല. നിങ്ങൾ നിങ്ങളുടെ മദർ ടങ്ങിൽ എന്നോട് സംസാരിച്ചാൽ ഞാൻ അതേ മദർ ടങ്ങിൽ റിപ്ലൈ തരാം. ആരാ? എന്താ തമ്മിൽ ഒരു പൊട്ടം കളി? അല്ല, ഞങ്ങൾക്ക് ആളെ മനസ്സിലായില്ല. നന്നായിട്ടൊന്ന് ആലോചിച്ച് നോക്ക്. പിടികിട്ടിയില്ല? ഇല്ല ഇല്ല. സുല്ല്, ഞാനാണ് ശിശുപാലൻ, ചൈൽഡ് സ്പെഷ്യലിസ്റ്റ്, MDS. ഗുഡ് മോർണിംഗ്. പ്രഭാകരൻ നായർ പറഞ്ഞയച്ചിട്ട് വന്നതാണ്. ഓ, കുട്ടിയെ നോക്കാൻ വേണ്ടി വന്നതാണല്ലേ? അതെ. കുട്ടിയുടെ മദർ ടങ് എന്താണ്? കുട്ടി ഇതുവരെ സംസാരിച്ചു തുടങ്ങിയിട്ടില്ല. കുട്ടിക്ക് എന്ത് പ്രായം വരും? ഉദ്ദേശം 7-8 മാസം വരും. ആ, അപ്പൊ ഇതൊന്നും വേണ്ട. അല്ല, ഇതൊക്കെ എന്താണ് മനസ്സിലായില്ല? എല്ലാം ഞാൻ മനസ്സിലാക്കി തരാം. ഇത് 3 വയസ്സിന് മേൽ പ്രായമുള്ള കുട്ടികൾക്ക് പ്രയോഗിക്കാനാണ്. ഇത് 5 വയസ്സിന് മേൽ, ഇത് 8 വയസ്സിന് മേൽ. കുട്ടി ഭക്ഷണം കഴിക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ട് കാണിക്കാറുണ്ടോ? ഇല്ല. പറഞ്ഞോളൂ. ഇല്ല, ബുദ്ധിമുട്ടൊന്നുമില്ല. അങ്ങനെയുണ്ടെങ്കിൽ ഇതിങ്ങനെ വെക്കാം. ഇത് ജാക്കിയ, എന്നിട്ട് ഇതിലെ ഫീഡ് ചെയ്യുക. പേടിക്കണ്ട, ഇതെല്ലാം തിളച്ച വെള്ളത്തിലിട്ട് സ്റ്റെബിലൈസ് ചെയ്തിട്ടുള്ള ഉപകരണങ്ങളാ. സ്റ്റെബിലൈസ് ചെയ്യേ? അതെ. കുട്ടികൾക്ക് മേൽ പ്രയോഗിക്കുന്ന എല്ലാവിധ ആയുധങ്ങളും സ്റ്റെബിലൈസ് ചെയ്തതിന് ശേഷമേ ഉപയോഗിക്കാവൂ. ഇല്ലെങ്കിൽ കുട്ടികൾക്ക് ടെറ്റനസ് വരും.
ഇതൊന്നും അറിയില്ലല്ലേ? എന്താ നിങ്ങൾക്ക് അറിയാത്തത്? ഇതാണ് കുട്ടികളുടെ ജീവിതത്തിലേക്കുള്ള വഴിത്താര. ഈ ഉപകരണം 10 വയസ്സിന് മേലുള്ള കുട്ടികളിൽ പ്രയോഗിക്കാനുള്ളതാണ്. ആഹാര പദാർത്ഥങ്ങൾ വലിച്ചെറിയുക, മറ്റുള്ളവരുടെ ഭക്ഷ്യസാധനം കയറി തുപ്പുക. അങ്ങനെ ചെയ്താൽ ഈ വളയം അടുപ്പിലിട്ട് നന്നായി പഴുപ്പിച്ച് അപ്പൊ ചോക്കും. കുട്ടിയെ തിരിച്ചു നിർത്തി ആൺകുട്ടിയാണെങ്കിൽ ട്രൗസർ ഊരുക, പെൺകുട്ടിയാണെങ്കിൽ ഉടുപ്പ് വെക്കുക. എന്നിട്ട് ചന്തിയിൽ പതുക്കെ ഇങ്ങനെ വെക്കുക. ഇവിടെ അമ്മമാര് ദോശ ഇടുന്ന പോലെ ശബ്ദം കേൾക്കും. പിന്നെ ആ കുട്ടി ലൈഫ് ലോങ്ങിൽ ആഹാര പദാർത്ഥങ്ങൾ വലിച്ചെറിയോ മറ്റുള്ളവരുടെ ആഹാര പദാർത്ഥങ്ങൾ തുപ്പുകയോ ചെയ്യുന്നതല്ല. ശാസ്ത്രീയമായ രീതിയിൽ വേണം കുട്ടികളെ പരിചരിക്കാൻ. ഇതിനെക്കുറിച്ച് ഞാൻ ചില പുസ്തകങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. ഇതാണോ കുട്ടി? അല്ലല്ല. ഗുഡ് മോർണിംഗ്. മോർണിംഗ്. എവിടെയാണ് കുട്ടി? അകത്താ. ഈ ചൈൽഡ് സ്പെഷ്യലിസ്റ്റിനെ കുറച്ച് വഴി തരൂ. താങ്ക് യു. രണ്ടാളെടുത്തോളൂ കേട്ടോ. കുട്ടി വലിയ വാശിയുള്ള കൂട്ടത്തിലാണോ? അങ്ങനെയൊന്നുമില്ല. എപ്പോഴും കരയാറുണ്ടോ? ഇല്ല. അപ്പൊ കുട്ടിക്ക് എന്തോ കുഴപ്പമുണ്ടല്ലോ. എന്ത് കുഴപ്പം? സൗമ്യമായി പെരുമാറിയാൽ ഏത് കുഴപ്പമുള്ള കുട്ടിയെയും നമുക്ക് കീഴടക്കാം. കുട്ടിയുടെ പേരെന്താ? കിങ്ങിണി. ചിമ്മിനിയ? കിങ്ങിണി. ഇങ്ങിനി. ഉദാഹരണത്തിന് അല്ല, കുട്ടി ഉറങ്ങുക. ഉറങ്ങാണെന്ന് എനിക്ക് മനസ്സിലായി. അല്ലാതെ കണ്ണടച്ച് ചിന്തിക്കുകയല്ലെന്ന് എനിക്കറിയാം. ബാർഗെയിൻ ചെയ്യരുത്. എല്ലാവരോടും ഞാൻ പറയാം, ബാർഗെയിൻ ചെയ്യരുത്. ശാസ്ത്രീയമായ രീതിയിൽ ഉറങ്ങുന്ന കുട്ടിയെ എങ്ങനെ കൊഞ്ചിക്കാം അത് ഞാൻ കാണിച്ചു തരാം. കൊച്ചുണമല്ലോ. അതേ ശരിയായി തരാം. മോളെ കരയല്ല 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 Listen to me. നിങ്ങളുടെ എല്ലാവരുടെ അനുഗ്രഹത്തോടു കൂടി ഞാൻ എന്റെ ഡ്യൂട്ടി തുടങ്ങട്ടെ. ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു. ചേട്ടാ, കുഞ്ഞിനെ നല്ലോണം നോക്കണേ. ആഹാരമൊക്കെ കൃത്യസമയത്ത് തന്നെ കൊടുക്കണം. ചേട്ടനെ വിശ്വസിച്ചാണ് ഞങ്ങൾ പോകുന്നത്. ഇന്നത്തെ കുട്ടികളാണ് നാളത്തെ പൗരന്മാർ. കുട്ടികളെ നോക്കാൻ നിങ്ങൾ എന്നെ പഠിപ്പിക്കണ്ട. സായിപ്പിന്റെ കുട്ടി തൊട്ട് കൾച്ചറില്ലാത്ത മലയാളീസിന്റെ കുട്ടികളെ വരെ ഞാൻ നോക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഇക്കാര്യത്തിൽ ബാർഗെയിൻ വേണ്ട. നിങ്ങൾക്ക് എന്നെ ഇഷ്ടമല്ലെങ്കിൽ 6 മാസം മുമ്പ് നോട്ടീസ് തന്ന് എന്നെ പിരിച്ചുവിട്ടോളൂ. തമ്മിൽ നോക്കുന്ന എനിക്കിഷ്ടമല്ല. ഞാൻ തന്ന ലിസ്റ്റിലുള്ള സാധനങ്ങൾ ഇന്ന് തന്നെ എത്തിച്ചേക്കണം. പിന്നെ എഴുതാൻ വിട്ടുപോയി, 2 ബോട്ടിൽ ആൽക്കഹോൾ. ആൽക്കഹോളോ? അതെന്തിന്? ശാസ്ത്രീയമായി കുട്ടികളെ പരിചരിക്കുന്നതിൽ ആൽക്കഹോളിന്റെ പങ്ക് ചെറുതല്ല. അതുകൊണ്ട് കുട്ടിയെ കുളിപ്പിക്കുന്ന വെള്ളത്തിൽ 2-3 തുള്ളി ആൽക്കഹോൾ ഒഴിക്കേണ്ടതായിട്ട് വരും. അതിന്റെ ജീംസിനെ നശിപ്പിക്കാം. ഡെറ്റോളിന്റെ കാര്യം പറയുന്നത്. ഡെറ്റോൾ ഞാൻ വേറെ എഴുതിയിട്ടുണ്ട്. അതിന്റെ ഉപയോഗം എന്താണെന്ന് എനിക്കറിയാം. ഉടനെ ആൽക്കഹോൾ കൊണ്ട് എത്തിക്കാം. ആൽക്കഹോൾ എത്തിക്കാം. നിക്ക്. ഒരു കാര്യം ചോദിക്കാൻ വിട്ടുപോയി. നിങ്ങൾ ഈ 3 പേരിൽ ആരുടെയാണ് ഈ കുട്ടി? അല്ല, പാരന്റ്സ് ആയിട്ട് ചില ഡീലിങ്സ് ഒക്കെ ഉണ്ട്. അതുകൊണ്ട് ഞാൻ ചോദിച്ചെന്നുള്ളൂ. ഞങ്ങളുടെ കുട്ടിയാ. 3 പേരും കൂടി ഒരുമിച്ചുള്ള കുട്ടിയാ? അത് നിങ്ങൾ അറിയണ്ട. എനിക്കറിയണം. ഈ കുട്ടി എവിടെ നിന്ന് കിട്ടി? ഞങ്ങളൊരു ഓർഫനേജ് എടുത്ത് വളർത്തുന്നു. എന്തിന്? ഒരു തമാശക്ക്. അങ്ങനെ തമാശക്കാണെങ്കിൽ ചെറിയൊരു കുരങ്ങച്ചനെ വളർത്തിയാ പോരെ? എന്താ ഞാൻ ചോദിച്ചാൽ കുഴപ്പമുണ്ടോ? ഉമ്മ വയ്ക്കാൻ വരട്ടെ. പകർച്ചവാദികൾ കുട്ടികൾക്ക് എളുപ്പത്തിൽ പകരാൻ സാധ്യതയുണ്ട്. അഥവാ നിങ്ങൾക്ക് ഉമ്മ വയ്ക്കാൻ അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ എന്നെ ഉമ്മ വെച്ചോളൂ. കെട്ടിപ്പിടിക്കില്ല സാറേ. ഹലോ, സുജിയ. കോളേജിൽ പോയില്ലെന്ന്? മടി. പോയില്ല. ഈടെയായിട്ട് ഭയങ്കര ഉഴപ്പാന്നാണല്ലോ ഞാൻ കേട്ടത്. ഈ പ്രായത്തിൽ ചില പെമ്പിള്ളേർ അങ്ങനാ. എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കി വെക്കുന്നതിന് മുൻപ് കെട്ടിച്ചു വിടാൻ പറഞ്ഞിട്ട് ഡാഡിയും മമ്മിയും കേക്കണ്ടേ? കയ്യിന്ന് കാശലവില്ലാതെ മോൾ ആരുടെങ്കിലും കൂടെ പോവുകയാണെങ്കിൽ പോട്ടെന്ന് വിചാരിച്ചാണ് അവര്. അങ്ങനെ ഇപ്പൊ ഇറങ്ങി വരുമെന്ന് ആരും മോഹിക്കണ്ട. മര്യാദയ്ക്ക് നാട്ടുനടപ്പനുസരിച്ച് വിളിച്ചിറക്കി കൊണ്ടുപോയാ മതി. ആർ യു സീരിയസ്? യെസ്. ഹലോ എന്താ ഉണ്ണി പെട്ടെന്ന്? അല്ല, ഞാൻ നമ്മുടെ കിങ്ങിണിയെ കുറിച്ച് ഓർത്തുപോയി. എന്തേ? നമ്മുടെ വിവാഹം കഴിഞ്ഞ കിങ്ങിണി പിന്നെ ആര് നോക്കും? ഉണ്ണിയുടെ ഫ്രണ്ട്സ് ഇല്ലേ? നമുക്ക് വളർത്തിക്കൂടെ നമ്മുടെ മോളായിട്ട്? സുജി, എന്താന്നും പറയാത്തത്? ഉണ്ണിയുടെ ഇഷ്ടം.
കുറ്റ കുറ്റ കുഞ്ഞു 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 മോളെ ആര്യപുത്രി കരയല്ലേ കരയല്ലടി പൊന്നെ ഇങ്ങിട്ട് കുജാര കുജാര ഇങ്ങിട്ട് കുജാര കൊച്ചു കുട്ടികൾ കുറ്റം ചെയ്താൽ കോലും മിഠായി ഡായ് ഡായ് കൊച്ചു കുട്ടികൾ കുറ്റം ചെയ്താൽ കോലും മിഠായി ഡായ് ഡായ് കൊച്ചു കുട്ടി എടോ കുട്ടി കിടന്ന് കരയുന്നുണ്ടല്ലേ? അതെ കരയാണ്, അതുകൊണ്ടല്ലേ പാട്ട് പാടി ഓർക്കണേ. നിങ്ങൾ പോയി ഡ്രസ്സ് മാറിയിട്ട് വന്നേ. കൊച്ചു കുട്ടികൾ കുറ്റം ചെയ്താൽ കോലുമിട്ടായി ഡായ് ഡായ് കൊച്ചു കുട്ടികൾ കുറ്റം ചെയ്താൽ കോലുമിട്ടായി ഡായ് ഡായ് കൊച്ചു കുട്ടികൾ അബദ്ധ ഇങ്ങോട്ട് വന്നു മാനത്തെ പാൽക്കടവിൻ പവിഴ കൽപ്പടവിൽ വാടാ പൂവിതറും കൺമണിയേ. മാനത്തെ പാൽക്കടവിൻ പവിഴ കൽപ്പടവിൽ വാടാ പൂവിതറും കൺമണിയേ. ലാലല്ലാ ലാലല്ലാ. എനിക്കൊരു മേറ്റർ അറിഞ്ഞാൽ കൊള്ളാന്നുണ്ട്. എന്താ? എനിക്കിവിടെ എന്ത് ജോലി? തനിക്കത് ഇതുവരെ മനസ്സിലായില്ലേ? ബാർഗെയിൻ ചെയ്യാനല്ലേ ഞാനിവിടെ വന്നിരിക്കുന്നത്. എന്റെ പരിപാലനത്തിൽ വേറൊരാൾ കൈ കടത്തുന്നത് എനിക്കിഷ്ടമല്ല. തനിക്കിപ്പോ എന്താ വേണ്ടത്? കുട്ടിയെ ശിശുപാലിന് വിട്ടുതരൂ. എനിക്ക് കുട്ടിയെ താരാട്ട് പാടിയില്ലെങ്കിൽ ഉറക്കം വരില്ല. അതൊരു ശീലമായി പോയി. രാത്രി ഇവിടെ കിടന്നോട്ടെ, ഓഫീസ് വർക്ക് കഴിഞ്ഞാൽ കുട്ടിയെ ഞങ്ങൾ നോക്കിക്കോളാം. അങ്ങനെ ഷിഫ്റ്റ് അനുസരിച്ച് ജോലി ചെയ്യാൻ ഇത് HMTയോ അപ്പോളോ ടയേഴ്സോ ഒന്നുമല്ല. നിങ്ങൾക്ക് അങ്ങനെ നിർബന്ധമാണെങ്കിൽ തോഷിബാനെന്തിലോ FHലോ പൊക്കോളൂ, അല്ലെങ്കിൽ എവിടേക്കെങ്കിലും പൊക്കോ. ഇയാൾക്ക് എന്താ ഭ്രാന്താണോ? ഞാൻ നല്ലൊരു താരാട്ട് പാടിയിട്ട് ഈ കൊച്ചിനെ ഉറക്കാൻ പോവാണ്. അതിലിനി ബാർഗെയിൻ ചെയ്തിട്ട് കാര്യമില്ല. വരൂ കുട്ടി. ദുഃഖഭാരം ചുമക്കുന്ന ദുശ്ശഗുണമാണു ഞാൻ. ചില്ലുമേടയിലിരുന്നെന്നെ കല്ലെറിയല്ലേ കിങ്ങിണി കല്ലെറിയല്ലേ കരിങ്കല്ലെറിയല്ലേ കരിങ്കല്ലുകൾ കൊണ്ടെന്നെ എറിയാലാം. കുഞ്ഞു കിടന്ന് കരയുന്നുണ്ടല്ലേ? താൻ കിടന്ന് ഉറങ്ങുക. ആ കുട്ടി കുറച്ചു നേരം അവിടെ കിടന്ന് കരയട്ടോ. എനിക്ക് ആ കരച്ചിലായിട്ടല്ലേ ഉറക്കം വരുള്ളൂ. അതങ്ങനെ ഒരു ശീലായി പോയി. കഷ്ടം കേട്ടാ. ദേ ഞാൻ ഉറങ്ങിയിട്ട് നിങ്ങൾ കുട്ടീനെ അവിടെ കൊണ്ടുപോയി കിടത്തിക്കോളൂ. നിങ്ങൾ ഉറങ്ങിയിട്ട് കുട്ടീനെ അവിടെ കൊണ്ടുപോയി കിടത്തിക്കോളൂ. പിന്നെ ഞാനെങ്ങനെ ഉറങ്ങാ? കിങ്ങിണി കിങ്ങിണി നിന്റെ അമ്മൂമ്മ. ദേ ഇവിടെ എഴുതിട്ടിരിക്കുന്നുണ്ടല്ലേ കിങ്ങിണി അമ്മൂമ്മ. ഞാനിപ്പോ ഉറങ്ങാൻ എന്താ ചെയ്യാ? കീ കൊടുത്ത കരണ് ഒരു പാവം കൂടി കിട്ടാനില്ല. ഓരോരോ ശീലങ്ങൾ വന്ന എന്താ ചെയ്യ? ഉറങ്ങ തന്നെ അല്ലാണ്ട് എന്ത് ചെയ്യണേ? ഇല്ല, കിട്ടിയില്ല. ആർക്കോൾ കിട്ടിയില്ല. കൊടുത്തയക്കോ? ആ പ്ലീസ് ഹോൾഡ് ഓൺ. ഓണൊന്ന് സംസാരിച്ചേ, ഒന്ന് പിടിച്ചേ, സംസാരിക്കേ, ഇരിക്കടേ. ആൽക്കഹോൾ കിട്ടിയ അപ്പൊ അവന് തന്നോളട്ടോ. എന്താ ലാംഗ്വേജ് പ്രോബ്ലം ആണോ? നിങ്ങളുടെ മദർ ടങ് എന്താന്ന് വെച്ചാൽ അതിൽ എന്നോട് സംസാരിച്ചോളൂ. ഏത് ഭാഷയാണെങ്കിലും ഞാൻ റിപ്ലൈ തരാം. മറാത്തി, തെലുഗു, കന്നഡ, മലയാളം. ആരൊക്കെയാണ് നിങ്ങൾ? അനന്തപത്മനാഭൻ ഇവിടെയല്ലേ താമസം? ഓ മലയാളീസ് ആണല്ലേ? അതെ. മലയാളീസ് വളരെ ഡെർട്ടി ഫെല്ലോസ് ആണ്. എന്നാലും പറയൂ, വാട്ട് ഈസ് ദി പ്രോബ്ലങ്ങൾ? അനന്തപത്മനാഭനെ ഒന്ന് കാണണം. ആര്? അനന്തപത്മനാഭൻ. അതിന് ഇവിടെ വരെ വരേണ്ട കാര്യമില്ലല്ലോ. തിരുവനന്തപുരത്ത് ചെന്ന് കാണാമല്ലോ. ടെമ്പിളില്ലേ ടെമ്പിള്? ഇനി അദ്ദേഹത്തിന്റെ ബ്രദറെ കാണുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഗുരുവായൂർ പോയാൽ മതി. അവിടെ ഉണ്ട് ടെമ്പിള്. അല്ല, ഇവിടെ താമസിക്കുന്ന അനന്തപത്മനാഭൻ എന്ന് പറഞ്ഞിട്ട് ആരും ഇവിടെ താമസിക്കണില്ല. ഇവിടെ ഞാനും എന്റെ കുറച്ച് സഹപ്രവർത്തകരും മാത്രമേ ഉള്ളൂ. ഇനിയിപ്പോ അനന്തപത്മനാഭൻ എന്ന് പറയുന്ന ഒരു മലയാളീസ് ഉള്ളതായിട്ട് എനിക്ക് ഓർമ്മയില്ല.
അല്ല അതെ, ബാർഗെയിൻ ചെയ്യരുത് ഞാൻ പറഞ്ഞു ഇല്ലേ. ഉണ്ടെങ്കിൽ ഞാൻ തരില്ലേ, ഇവിടെ ഇല്ല. ഉണ്ടാക്കി തരാൻ പറ്റുമോ? പൊക്കോളൂട്ടോ, കിട്ടുമ്പോ തരാം, എടുത്തു വെക്കാം. പൊക്കോളൂട്ടോ. ഈ മലയാളീസിന് വേറെ പണിയൊന്നുമില്ലേ? ഇവർക്കൊല്ല മിലിറ്ററി പോയി ചേർന്നൂടെ? അതിന് ചാവാൻ പേടിനെ, കൊള്ളന്മാരല്ലേ ഇവര്. കുഞ്ഞെവിടെ അച്ഛാ? എന്താ അച്ഛാ? അനന്തപത്മനാഭനെ കണ്ടില്ല. അയാൾ അവിടെ താമസം ഇല്ലെന്നാ പറയുന്നത്. അവിടെ ഇപ്പൊ വേറെ ആൾക്കാരാ. പിന്നെ മോളെവിടെ? അച്ഛൻ എന്തോന്നും മിണ്ടാത്തെ? എന്റെ മോൾ എവിടെയെന്ന്? അയാളുടെ കൂടെ തന്നെ ഉണ്ടാവും. നീ സമാധാനമായിട്ടിരിക്കും. ഒരു പക്ഷേ നാട്ടിൽ അയാളുടെ വീട്ടിൽ കാണും, അമ്മയുടെ അടുത്ത്. കരയാതെ മോളെ, എവിടെ ഉണ്ടെങ്കിലും കുഞ്ഞിനെ അച്ഛൻ കൊണ്ടുവരാം. അനന്തപത്മനാഭന്റെ വീടല്ലേ? ആമാ. നീങ്ക യാരേ? ഞാൻ മൂപ്പരെ ഒന്ന് കാണാൻ വന്നതാ. അനന്തു ഇവിടെ ഇല്ലല്ലോ, എറണാകുളത്താ. അവിടെ പോയി അന്വേഷിച്ചു. അവിടെ നിന്ന് താമസം മാറ്റിയെന്നാ പറഞ്ഞത്. അതെപ്പടി? ഇന്നലെ അവന്റെ കത്ത് വന്നാണല്ലോ. അതില് താമസം മാറുന്ന വിവരമൊന്നും എഴുതിയിട്ടില്ലല്ലോ. അല്ല, നീങ്ക എങ്കിരുന്ന് വരുന്നു? എന്താ വിശേഷം? കണ്ടിട്ട് വല്ല അത്യാവശ്യമുണ്ടോ? യാരോ ആരാ? അനന്തപത്മനാഭൻ. പുള്ളി ഇവിടെയല്ല, ഈ ഫ്ലാറ്റില. ആ കോളിംഗ് ബെല്ലൊന്ന് അടിച്ചു നോക്ക്. അയാൾ അവിടെ ഇല്ലെന്ന് തോന്നുന്നു. പകലധികം ഉണ്ടാവാറില്ല. എവിടുന്ന? എപ്പ വന്നാലാ ഒന്ന് കാണാൻ പറ്റിയ? പുള്ളിക്കാരൻ എപ്പോഴും ബിസിയാ. വളരെ റയറായിട്ടേ ഇവിടെ ഉണ്ടാകാറുള്ളൂ. എന്തെങ്കിലും അറിയിക്കാനുണ്ടെങ്കിൽ വരുമ്പോ ഞാൻ പറയാം. ഞാൻ പോയിട്ട് പിന്നെ വന്ന് കണ്ടോളാം. കിങ്ങിണി, കിങ്ങിണിക്കുട്ടി. മോളെ, കിങ്ങിണിക്കുട്ടി, കിങ്ങിണി മോളെ. ബാർഗെയിൻ ചെയ്യാന്ന് വിചാരിക്കരുത്. ഞാനിവിടെ വന്നിരിക്കുന്നത് നിങ്ങളുടെ പെട്ടി ചുമക്കാനല്ല, കുട്ടിയെ ചുമക്കാനാണ്. ഇതാ പെട്ടി പിടിച്ചോളൂ. ആ കുട്ടിയുണ്ട് തരൂ, പിടിച്ചോളൂ. ഡോണ്ട് ഡിസ്റ്റർബ് മീ. അച്ഛൻ എന്തൊക്കെയോ മറയ്ക്കുന്നു. എന്റെ കുഞ്ഞിന് എന്ത് പറ്റി? അയാൾ മോളെ തന്നില്ലേ? തരില്ല. എന്നോടുള്ള വാശി തീർക്കാവും. അച്ഛന് നിർബന്ധമായിട്ട് എടുത്തോണ്ട് പോരായിരുന്നില്ലേ? എല്ലാം വരുത്തി വെച്ചിട്ട് മിണ്ടാൻ നിൽക്കുന്ന കണ്ടോ? എന്റെ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിച്ചാ പിന്നെ ഞാൻ ജീവനോടെ ഇരിക്കില്ല. അപ്പൊ പിന്നെ അച്ഛന് സമാധാനവും, എല്ലാ ബാധ്യതകളും തീർന്നു കിട്ടുമല്ലോ. വാ. വാ മോളെ. ഞാൻ ഇവിടെ നിന്നോളാം. മോളെ, അയ്യോ എന്റെ കുഞ്ഞ്. മോളെ, അവിടെ നിൽക്കൂ. എന്റെ മോളെ ഇങ്ങ് തരൂ. അച്ഛാ, എന്റെ കുഞ്ഞ്. എന്താ 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 എന്താ
എന്റെ കുഞ്ഞായത്. എന്റെ കുഞ്ഞാ? ആരാത്? എന്റെ മോളാ, അവളുടെ കുഞ്ഞായി. തൊട്ടുപോകരുത്, കുഞ്ഞിനെ തൊട്ട് വിളിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. അയ്യോ എന്റെ കുഞ്ഞായത്. അച്ഛാ ബാർഗെയിൻ ചെയ്യരുത്, ബാർഗെയിൻ ചെയ്യരുത്. ഞാൻ ഇയാളുടെ പല പ്രാവശ്യം പറഞ്ഞുള്ളതാ. നിങ്ങൾ എന്ത് പൂരം കാണാൻ നിൽക്കണേ? പോയി അവിടുന്ന്. സാർ ആ കുഞ്ഞിനെ തന്നേക്ക് സാർ. സാർ ഇയാൾ എന്തും കൽപ്പിച്ചാൽ ഇരിക്കുക. ഇന്നാളൊരു ദിവസം അനന്തപത്മനാഭൻ പറഞ്ഞു, ഞാൻ മോന്താൻ അനന്തപത്മനാഭൻ പറഞ്ഞു വന്നു. ഇപ്പൊ അച്ഛനും മോളും കൂടി പറഞ്ഞാൽ ഞാൻ സമ്മതിക്കുന്ന കൊണ്ടുവരാൻ. ആ കുഞ്ഞിനെ തന്നേക്ക് ഈ സാർ. സ്ഥലത്തിലെ ഭ്രാന്തൻ. അയ്യോ ഇല്ല, അത് അവളുടെ കുഞ്ഞാ. ആ കുഞ്ഞിനെ തന്നാ ഞാനും എന്റെ മോളും കൂടി പൊയ്ക്കോളാം. അയ്യടാ, ഞാൻ എന്റെ മോളിൽ പൊയ്ക്കോളാന്നാ. ഈ കൊച്ചിനൂടെ 3 അച്ഛന്മാരുണ്ട്. അവര് വന്ന് ചോദിച്ചാൽ ഞാൻ എന്താ എടുത്തു കൊടുക്കുക? ഒരു മുറി നാളികരോ? സമാധാനമായിട്ട് കേക്കൂ. സമാധാന? അതെ, സമാധാനമായിട്ട് കേൾക്കേണ്ട ആവശ്യം എനിക്കില്ല. ഒന്നാമത് സ്ത്രീയായിട്ട് സംസാരിക്കുന്നത് സാർ, എനിക്കില്ല. ഒന്ന് പറയട്ടെ. ഇപ്പൊ പറയണേ, ഞായറാഴ്ച പറയാം. കുഞ്ഞിനെ എന്റെ മോളെ ഇങ്ങ് തരൂ. വാതില് തുറക്കൂ, വാതില് തുറക്കൂ. ഒന്ന് തുറക്കൂ. എന്റെ മോള്. അച്ഛാ വാതില് തുറക്കൂ. എന്താ എന്താ ഒച്ചയൊക്കെ? അപ്പുറത്ത് പുറത്തൊക്കെ ആൾക്കാർ താമസിക്കുന്നുണ്ട്. എന്റെ മോളകത്ത്. അയാള് തരുന്നില്ല. നിങ്ങളെ മോൾ? അതെ, അകത്തുള്ളത് ഇവളുടെ കുഞ്ഞാ. അയാളോടൊന്ന് കഥ കുറക്കാൻ പറ. നിങ്ങളെ മോളെങ്ങനെ ഇവിടെ എത്തിപ്പെട്ടെ? കൊച്ചിനെ ഇവിടെ കൊണ്ടുവന്നിട്ട് നിങ്ങളാണോ? ചോദിച്ചതിന് വളച്ചിട്ടില്ല, ഉത്തരം പറയണോ? വാതില് തുറക്ക്. അതെ, വാതിൽ ചവിട്ടി പൊളിക്കരുത്. മാന്യന്മാർ താമസിക്കുന്ന സ്ഥലം അത്. ദയവ് ചെയ്ത് അയാളോട് ആ കൊച്ചിനെ തരാൻ പറ. കൊണ്ടുവച്ചിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞ് വന്ന് തിരിച്ചു ചോദിക്കുമ്പോ എടുത്തരാൻ എന്താ ബാങ്ക് ലോക്കറാ? അങ്ങനെ കരഞ്ഞു ബഹളം കൂട്ടിക്കൊണ്ടൊന്നും കൊച്ചിനെ കിട്ടാൻ പോണില്ല. സാർ, ഞാൻ നിങ്ങളുടെ കാല് പിടിക്കാം. എന്റെ കുഞ്ഞിനെ വാങ്ങിത്തരണം. നിങ്ങൾ എന്റെ കാല് പിടിച്ചുകൊണ്ടൊന്നും കുട്ടിനെ കിട്ടാൻ പോണില്ല. അതിനിപ്പോ തടിമെടുക്കുള്ള അവകാശികളുണ്ട്. കൊച്ചിനെ ഞാൻ എടുത്തെന്നാൽ തന്നെ അവര് വന്നിട്ട് എന്നിട്ട് പെരുമാറും. കാരണം ഒരു കാര്യം ചെയ്യും, മകളെയും വിളിച്ചോണ്ട് പോ, എന്നിട്ട് സമാധാനമായിട്ട് പിന്നെ വാ. ഇവിടത്തെ സാറുമാരായിട്ട് സംസാരിച്ചിട്ട് കൊച്ചിനെ കൊണ്ടുപോവേ വേറെ ഏതെങ്കിലും ഫ്ലാറ്റിൽ കൊണ്ടുപോയി വെക്കേ എന്ത് വേണമെങ്കിലും ചെയ്തോ. എന്നൊന്നും ഒഴിവാ. പൊളിക്കരുത്, കൂട്ടിപ്പോയേ. ആ മോളെ, സാറൊന്നുമില്ല, വേണ്ട. സാറും തീരൊന്നും ഇവിടെ വേണ്ട. സാർ പ്ലീസ്. നമുക്ക് സമാധാനമായിട്ട് പിന്നെ വരാം. അല്ലെങ്കിൽ താൻ കാണുന്നവരുടെയൊക്കെ മദർ ടങ്ങും മാങ്ങാത്തലിയൊക്കെ ചോദിക്കുമല്ലോ. അറ്റ്ലീസ്റ്റ് ആ സ്ത്രീ ആരാണ്, എവിടെ നിന്ന് വരുന്നു എന്നെങ്കിലും ഒന്ന് അന്വേഷിച്ചുകൂടായിരുന്നോ? ബാർഗെയിൻ ചെയ്യരുത്. വരുന്നവരൊക്കെ ആരാണ്, ഇവിടുന്ന് വരുന്നു എന്നൊക്കെ അന്വേഷിക്കാൻ അതിന് നിങ്ങൾ ശമ്പളവും തരണില്ലല്ലോ. ശിശുപരിപാലനം മാത്രമാണ് എന്റെ ജോലി. പിന്നെ ശിശു സംരക്ഷണവും അതിൽ പെടും. അതുകൊണ്ടാണ് കുട്ടിയെ ചോദിച്ചപ്പോ ഞാൻ കൊടുക്കാതിരുന്നത്. നിങ്ങൾ എന്നിൽ നിന്ന് അത്ര പ്രതീക്ഷിച്ചാമേട്ടോ. അമ്മയാണെന്നുണ്ടെങ്കിൽ കിങ്ങിനെ അന്വേഷിച്ച് അവർ ഇനിയും വരും. അമ്മയാണെന്ന് തെളിവൊന്നുമില്ലല്ലോ. ചേഷ്ടകളും ഗോഷ്ഠികളും കണ്ടിട്ട് അമ്മയാണെന്ന് ഉറപ്പാ. മദർ ഫീലിങ്സ് കണ്ട് എനിക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഇത്രയും നാളായിട്ടും ഒരാളും അന്വേഷിച്ചു വരായിരുന്നപ്പോ കരുതി ഇനി ആരും വരില്ലെന്ന്. കുട്ടിക്ക് ഇങ്ങനെ ഒരു അവകാശമുള്ള കാര്യം നിങ്ങൾ എന്തുകൊണ്ട് എന്നോട് നേരത്തെ പറഞ്ഞില്ല? ഓർഫനേജിൽ നിന്ന് ദത്തെടുത്താണെന്ന് കള്ളം പറഞ്ഞില്ലേ? കള്ളം പറയുന്നത് എനിക്ക് ഇഷ്ടമല്ല. ഒന്ന് ചലക്കാൻ പോടോ. കേട്ടോ പോണി? താൻ കൊച്ചാണെന്നോ പോയി നോക്ക്. കേട്ടോ ഉണ്ണി? ഓടോ. ഓ, മലയാളീസിന്റെ സ്വഭാവമല്ലേ കാണിക്കുള്ളൂ. അവര് വീണ്ടും അന്വേഷിച്ചു വന്ന് നമുക്ക് കിങ്ങിനെ കൊടുക്കേണ്ടി വരില്ലേ? അമ്മയാണെങ്കിൽ കൊടുക്കാതെ പിന്നെ എന്താ ചെയ്യാ? അങ്ങനെ ഒരു സ്ത്രീ ഒരു സുപ്രഭാതത്തിൽ വന്ന അമ്മയാണെന്ന് പറയാൻ നമുക്കും കൊടുക്കാൻ ഒക്കൂ? നമുക്ക് നമ്മുടെ കിങ്ങിയുടെ പുറത്തൊരു അവകാശമില്ലടാ. സാറിനറിയോ പെണ്ണിനെയും തന്തനി? ഏത് പെണ്ണ്? അപ്പൊ സാറൊന്നും അറിഞ്ഞിട്ടില്ലേ? അപ്പുറത്തെ സാറുമാരുടെ കയ്യിലുള്ള ആ കൊച്ചിനും ചോദിച്ചുകൊണ്ട് ഒരു പെണ്ണ് ഇവിടെ വന്ന് ഭയങ്കര ബഹളായിരുന്നു. അതിന്റെ കൊച്ചാണത്രേ. ഒരു വിധത്തിലൊക്കെ ഞാൻ അതിന് ഉന്തി തള്ളി പറഞ്ഞയച്ചു. അവര് സാറിനെ ചോദിച്ചുകൊണ്ടാണ് വന്നത്. ഇനി സാറിന്റെ വല്ലവരും ആണോ? മോളെ, എത്ര നേരമായി ഈ കിടപ്പ് തുടങ്ങിയിട്ട്? എഴുന്നേറ്റ് പോയി മുഖം ഒന്ന് കഴുകാട്ടെ.
ഒരു പരിചയമില്ലാത്ത ആരുടെ കയ്യിൽ എന്റെ മോള്. അവൾക്ക് ആപത്തൊന്നും പറ്റിയിട്ടില്ലല്ലോ, അതോർത്ത് സമാധാനിക്കല്ലേ വേണ്ടത്. നാളെ എങ്ങനെയാ അവരെ ചെന്ന് കണ്ട് കുഞ്ഞിനെയും കൊണ്ട് അച്ഛൻ വരും. മോളെ ഇങ്ങനെ എന്റെ അമ്മോ, കള്ളാ കാട്ട് കള്ളാ, കുട്ടിയെ മോഷ്ടിക്കാൻ ഇറങ്ങിയിരിക്കുക നീ അല്ലേ? ഇന്നാ നിങ്ങൾ പറഞ്ഞില്ലേ ഇവിടെ വരരുതെന്ന്? എന്റെ കുടിക്കുന്ന മണ്ണിൽ കഞ്ഞി വരാനെ നോക്ക്. എന്താ നീ ഒന്നും മിണ്ടാത്തത്? ലാംഗ്വേജ് പ്രോബ്ലം ആണോ? ഞാൻ ബാർഗെയിൻ ചെയ്യരുത്. ഇത് ഞാൻ നിങ്ങൾ പറഞ്ഞതാ. ഇനി താൻ ഇവിടെ നിന്നാൽ ഞാൻ പോലീസിനെ വിളിച്ച് തന്നെ വെടിവെക്കാനുള്ള ഏർപ്പാടുണ്ടാക്കും. ഇങ്ങനെയുണ്ടോ മലയാളീസ്? മലയാളീസ് എങ്ങനെ പെരുമാറണേ? നാട് കുട്ടിച്ചോറൊക്കെ നടക്ക. ഞാൻ ഇവിടെ ഉള്ളിടത്തോളം കാലം ഒരു കുട്ടിയോ ഷെഡിയോ കൊണ്ടുപോകാൻ സമ്മതിക്കില്ല. എടോ, എങ്ങനെവിടെ? എങ്ങനെയല്ലേ ഇത്? എങ്ങനെയുള്ളൂ? ഇവിടെ ഇല്ലേ? ഞാൻ ഇവിടെ ഉറക്കി എടുത്തിട്ടുള്ളൂ. ഞാൻ ഇവിടെ കിടന്നത്. എന്റെ അമ്മോ, കുറച്ചു നേരത്തെ ആ പെരട്ട കിളവൻ വന്നിട്ടുണ്ടായിരുന്നു. ഏത് പെരട്ട് കിളവൻ? ഇന്നാണ് പറഞ്ഞില്ല, കിളവനും പെണ്ണും അവർ കൊണ്ടുപോയിട്ടുണ്ട്. കൊച്ചിനെ നോക്കാനല്ലേ ഇവിടെ തന്നെ ഇവിടെ നിർത്തിയിരിക്കുന്നത്? എന്നിട്ട് പാല് തുറന്നിട്ട് താൻ ഇവിടെ കിടന്ന് ഉറങ്ങാ? എടാ, ഞാൻ ഇങ്ങനെ എവിടെ? എനിക്കറിയില്ല. എന്താടാ കിങ്ങിനെ കാണുന്നില്ലടാ? ആരോ എടുത്തോണ്ട് പോയെന്നാ തോന്നുന്നു. നീതു, കിങ്ങിനെ കണ്ടോ? സുജി, കിങ്ങിനെ കണ്ടോ? എന്താ ഉണ്ണി? എന്താ കിങ്ങിനെ കാണുന്നില്ല? എന്റെ അമ്മേ, ചോർ! ഓ ചോർ ചോർ! ചോർ ചോർ! പേടിപ്പിച്ച് കളഞ്ഞല്ലോ ഡോക്ടർ സാറേ. बच्चे के साथ खेलते थे. बच्चे के साथ खेलते थे. तुम सब जाओ. बच्चे के साथ खेलते थे. क्या तुम्हारा मदर टंग क्या है? मदर टंग क्या है? हिंदी. 15 दिन का पहले का मर गया का कुत्ता का गोश्त खाकर बच्चे के साथ खेलते थे. चपाती तुम जाओ. സാർ, ആ സ്ത്രീ കുറെ നേരമായി പുറത്ത് വെയിറ്റ് ചെയ്യുന്നു. വരാൻ പറയും. ശരി സാർ, ചെന്നോളൂ. May I come in? യെസ്. ഇരിക്കൂ. എന്താ? എന്തിനാ കരയുന്നത്? എനിക്ക് എന്റെ മോളെ തിരിച്ചു തരണം. ഓഹോ, നിങ്ങളാണല്ലേ ആ പ്രസ്തുത കഥാപാത്രം. ഞാൻ നിങ്ങളൊന്ന് കാണുന്ന ഇരിക്കായിരുന്നു. എന്തിനാ എന്റെ മോളെ പിടിച്ചു വെച്ചിരിക്കുന്നത്? എന്താ നിങ്ങളുടെ ഉദ്ദേശം? ഈ ചോദ്യം ഞാൻ തിരിച്ച് അങ്ങോട്ട് ചോദിക്കട്ടെ. കുഞ്ഞിനെ അന്വേഷിച്ചുകൊണ്ടുള്ള വരവിന്റെ ഉദ്ദേശം എന്താ? ഞങ്ങളുടെ കയ്യിലുള്ള കുഞ്ഞിനെന്താ നിങ്ങൾക്ക് വരുന്നത്? നിങ്ങൾ ഞങ്ങളുടെ കയ്യിൽ വളർത്തേൽപ്പിച്ചിട്ടൊന്നുമില്ലല്ലോ. അയ്യോ, അത് എന്റെ കുഞ്ഞാ. അബദ്ധവശാൽ നിങ്ങളുടെ കയ്യിൽ വന്ന് പെട്ടതാണ്. അബദ്ധവശാലല്ല, മനഃപൂർവ്വം ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ വീടിന്റെ വാതിൽക്ക് കിടന്ന് കിട്ടിയതാ. നൊന്തു പ്രസവിച്ച അമ്മയ്ക്ക് സ്വന്തം കുഞ്ഞിനെ ഉപേക്ഷിക്കാൻ മനസ്സ് വരുമെങ്കിൽ നിങ്ങളുടെ ഈ കണ്ണീരിൽ എനിക്ക് യാതൊരു സിമ്പതിയും തോന്നില്ല. നിങ്ങൾ എന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ, ശകാരിച്ചോളൂ. പക്ഷെ എനിക്ക് എന്റെ കുഞ്ഞിനെ വേണം, പ്ലീസ്. സാധ്യമല്ല. ഒരുപക്ഷെ യഥാർത്ഥത്തിൽ നിങ്ങൾ ആ കുഞ്ഞിന്റെ അമ്മയായിരിക്കാം. പക്ഷേ സമ്മതിച്ചു തരാൻ ഇപ്പൊ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. കാരണം ആ കുഞ്ഞിന് ഞാൻ മാത്രമല്ല അവകാശി, ഞാനും എന്റെ സുഹൃത്തുക്കൾ ഒരുമിച്ച് തീരുമാനിക്കണം. സാർ, ഞാനൊന്ന് പറഞ്ഞോട്ടെ? വേണ്ട, നിങ്ങൾക്ക് പറയാൻ ഒരുപാട് കഥകളുണ്ടാവും. പക്ഷെ അതൊന്നും കേട്ടിരിക്കാൻ എനിക്ക് സമയമില്ല. സാർ, പ്ലീസ്. സി, ഇതൊരു ഓഫീസാ. ഇനിയും ഇവിടെ നിന്ന് കരഞ്ഞ് ബഹളം ഉണ്ടാക്കിയാൽ എനിക്ക് ഇറങ്ങിപ്പോകാൻ പറയേണ്ടി വരും.
അപ്പോഴത്തെ ഒരു മൂഡിന് മുഖത്തടിച്ചാൻ അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും പിന്നീട് ആലോചിച്ചപ്പോ വിഷമം തോന്നി. അവരുടെ കരച്ചിലും സങ്കടവും. ആ അവര് കരയും. ചിലപ്പോ ഇവിടെ സത്യാഗ്രഹമായിരിക്കും. എന്ന് വെച്ചാൽ നമുക്ക് ഇങ്ങനെ വിട്ടു കൊടുക്കാക്കൂ. മദർ ഫീലിങ്സ് അത്ര നിസ്സാരമായിട്ട് തള്ളിക്കളയാൻ പറ്റില്ല. ഞാൻ സമ്മതിക്കില്ല. അമ്മയുടെ മുലപ്പാല് കുടിച്ചാണ് കുഞ്ഞുങ്ങൾ വളരേണ്ടത്. അമ്മയുടെ താരാട്ട് കേട്ടാണ് കുഞ്ഞുങ്ങൾ ഉറങ്ങേണ്ടത്. പേറ്റുനോവിന്റെ ദണ്ണം പെറ്റ തള്ളക്കറിയൂ. താൻ പറ്റിട്ടുണ്ടോ? ഞാൻ പെറ്റിട്ടില്ല. പിന്നെ പെറ്റൊരു പറഞ്ഞു കേട്ടുള്ളതാ പൊന്നെ. തനിക്ക് ഇവിടെ ജോലി ചെയ്ത് മതിയായെന്ന് തോന്നുന്നുണ്ടോ? എന്താ ചേട്ടപ്പ അങ്ങനെ ചോദിക്കണേ? താൻ ഇവിടെ ജോലി ചെയ്യുന്നതുകൊണ്ട് ഞങ്ങൾക്ക് ഉപദ്രവമില്ല. അത് വിശേഷിച്ച് ഒരു ഗുണം ഉണ്ടായിട്ടില്ല. ഉണ്ണി പറയട്ടെ. എന്താ ശരിയല്ലേ? ഞങ്ങൾ കൊച്ചിനെ നോക്കാൻ വേറെ ആളെ നോക്കിക്കോളാം. എന്തോ എന്നെ ആരോ വിളിക്കുന്നുണ്ട്. 6 മാസം മുമ്പ് എനിക്ക് നോട്ടീസ് തരാണ്ട് എന്നെ പിരിച്ചുവിടാൻ പറ്റില്ല കേട്ടോ. ഉള്ള കാര്യം ഞാൻ പറയാം. ആ ഒരു കാര്യം ഉറപ്പാ, കിങ്ങിണി അവരുടെ മോള് തന്നെയാ. എന്തെങ്കിലും സീരിയസ് ആയ പ്രശ്നത്തിന്റെ പേരിലാവും ഉപേക്ഷിച്ചിട്ട് പോയത്. ശരി, പക്ഷെ നമ്മുടെ ഡോറിന്റെ മുമ്പിൽ കൊണ്ടുവച്ചിട്ട് പോകേണ്ട കാര്യം എന്തുകൊണ്ട് ഡോറ് മാറിപ്പോയതായിക്കൂടാ? എങ്ങനെ? അനന്തപത്മനാഭന്റെ ഡോറിന്റെ മുൻവശവും നമ്മുടെ ഡോറിന്റെ മുൻവശവും ഒന്ന് തന്നെയല്ലേ? അവിടെ കൊണ്ടുവന്ന് വെച്ചായിക്കൂടെ? ഏയ് പത്തരത്രക്കാരനൊന്നുമല്ല. അങ്ങനെ പറയാൻ വരട്ടെ. ആ കിളവൻ ആദ്യം അന്വേഷിച്ചു വന്നത് അനന്തപത്മനാഭനെയാ. അനന്തപത്മനാഭൻ സാർ 2-3 ദിവസം മുമ്പ് പോയല്ലോ, കുറ്റിയൊക്കെ ആയിട്ട്. പോയോ? എങ്ങോട്ട്? നാട്ടിലേക്കാണെന്നാ പറഞ്ഞേ. പിന്നെന്താ ടൂർ ഉണ്ടെന്നോ വരാൻ 2-3 മാസാവുന്നോ എന്നൊക്കെ പറഞ്ഞു കേട്ടു. ഇനി മുങ്ങിയതാവൂ? പട്ടര് പെട്ടെന്ന് എങ്ങനെ പോയെങ്കിൽ അതൊരു സാധാരണ പോക്കല്ല. മുങ്ങി തന്നെ ഉറപ്പാ. ആര് നീങ്ക? ഞങ്ങൾ അനന്തപത്മനാഭന്റെ ഫ്രണ്ട്സാ. ഓ அப்படியா? അകത്ത് വരണം. വാങ്ങ, ഉള്ള വാങ്ങ. ഇരിക്കണം. അല്ല, ഞാൻ കാപ്പി എടുക്കട്ടെ അതോ സംഭാരം മതിയോ? വെയിലത്ത് വരികയല്ലേ? അനന്തും ഇല്ലേ? ഇല്ല, അവൻ വെളിയിൽ പോയിരിക്കുക. ഇപ്പൊ വരും. ഫ്രണ്ട്സ് എന്ന് പറയുമ്പോ കൂടെ പഠിച്ചതാണോ അതോ? അല്ല, ഞങ്ങൾ ഫ്ലാറ്റിൽ അടുത്തടുത്ത് ആ താമസിക്കുന്നത്. അത് ശരി. അല്ല, കല്യാണ നിശ്ചയത്തിന് നിങ്ങളെ ആരെയും കണ്ടില്ലല്ലോ. കല്യാണം നിശ്ചയോ? ആരുടെ? അനന്തുന്റെ. ഈ തൈമാസം 10-ാം തീയതി കല്യാണം നിശ്ചയിച്ചിരിക്കുക. വെരി ഫ്യൂ ഡേയ്സ്. എല്ലാരെയും ക്ഷണിക്കാൻ പോലും സമയമില്ല. ഏതാ പെൺകുട്ടി? അയ്യോ, അവൻ ചൊല്ലവേ ഇല്ല. പാലക്കാട്ട് പെരിയ ഫാമിലി. പെണ്ണ് MA ലിറ്ററേച്ചർ ഫസ്റ്റ് റാങ്ക്. ഒരേ ഒരു മകൾ. അച്ഛന് കോയമ്പത്തൂരും സേലത്തും നഗക്കട എസ്റ്റേറ്റ്. ഇതൊന്നും പോരാഞ്ഞിട്ട് ഡൽഹിയില് നല്ല പിടിപാടാ. ഇപ്പൊ അവന് ശുക്രദശയാക്കും. ഷോ, ഞാൻ കാപ്പി എടുക്കാൻ മറന്നുപോയി. ഞാൻ ഇങ്ങനെയാ, സംസാരിക്കാൻ തുടങ്ങിയ എല്ലാം അങ്ങ് മറന്നു. കാപ്പി എടുത്തോണ്ടരാ. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ, പട്ടര് നമ്മൾ വിചാരിച്ചോലല്ല. അവിടെ മുങ്ങി ഇവിടെ പൊങ്ങി. ക്ലീൻ മുങ്ങൽസ്. വരുന്നുണ്ട് വരുന്നുണ്ട്. പതിവില്ല. നിങ്ങൾ എവിടുന്ന്? കല്യാണമൊക്കെ നിശ്ചയിച്ചിട്ട് രഹസ്യമാക്കി വെച്ചിരിക്കുകയാണല്ലേ? പെട്ടെന്നാണ് തീരുമാനിച്ചത്. എല്ലാം അമ്മയുടെ ആഗ്രഹം. അതെ, കാര്യങ്ങളൊക്കെ തീരുമാനിച്ച സ്ഥിതിക്ക് ഇനി എങ്ങനെയാടാ? എന്താ? അല്ല, കല്യാണത്തിന് മുമ്പ് ചിലർക്ക് അങ്ങനെയുള്ള ചില കണക്ഷൻസ് ഒക്കെ ഉണ്ടാവും. അത് സർവ്വസാധാരണമാണ്. എന്ന് വെച്ചാൽ അവരെ തന്നെ കല്യാണം കഴിക്കാവൂ. പിന്നെ നിങ്ങൾ എന്തായി പറഞ്ഞു വരുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. പക്ഷേ ആ കണക്ഷനിൽ ഒരു കുഞ്ഞുണ്ടാകുക എന്ന് പറയുമ്പോഴാണല്ലോ പ്രശ്നം. അല്ല, സാറിനെ ഞങ്ങൾ തെറ്റിദ്ധരിച്ചിട്ടൊന്നുമില്ല. ഈ പ്രായത്തിലുള്ള ചെറുപ്പക്കാർക്ക് സാറിന് പറ്റാവുന്ന. വാട്ട് യു മീൻ? അല്ല, ഞങ്ങളുടെ കിങ്ങിണി മോളുടെ അമ്മയാണെന്ന് പറഞ്ഞുകൊണ്ട് മായ എന്ന് പേരുള്ള ഒരു സ്ത്രീ നിരന്തരം ഞങ്ങളെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുക. അവർ സാറിന് ആരെങ്കിലും ആണെന്ന് അറിഞ്ഞാൽ കൊള്ളായിരുന്നു. മായ? അങ്ങനെ ഒരു സ്ത്രീ എനിക്ക് അറിയില്ല. അറിയില്ല? ഞാൻ പറഞ്ഞില്ല അപ്പോഴേ. സാർ അത്രക്കാരനല്ല. പിന്നെ എങ്ങനെ കിങ്ങിണി ഈ സാറിന്റെ മോളാവുന്നത്? എന്റെ മോളോ? അയ്യോ, അങ്ങനെയല്ലേ സ്ത്രീ പറഞ്ഞത്? അങ്ങനെയല്ല, പക്ഷെ അതുപോലെ ഏതാണ്ടാ പറഞ്ഞത്. അതെ. മൈൻഡ് യുവർ വേർഡ്സ്. എനിക്ക് അങ്ങനെ ഒരു സ്ത്രീ അറിയില്ല. എനിക്ക് അങ്ങനെ ഒരു കുഞ്ഞുമില്ല. മനഃപൂർവ്വം അവമാനിക്കാൻ വേണ്ടിയിട്ടാണോ നിങ്ങളുടെ പുറപ്പാട്? സാർ തെറ്റിദ്ധരിക്കരുത്. ഞങ്ങളൊരു ഡൗട്ട് ക്ലിയർ ചെയ്യാൻ ചോദിച്ചതല്ലേ ഉള്ളൂ. എങ്കിൽ ഞങ്ങൾ ഇറങ്ങട്ടെ. ഇതുവഴി പോയപ്പോ ചുമ്മാ കയറുന്നേ ഉള്ളൂ. സാറിനൊന്നും ഓർത്ത് മനസ്സ് വിഷമിപ്പിക്കരുത്. ഇവന്മാര് വെറുതെ തമാശ പറഞ്ഞ. അല്ല, ഇനിയിപ്പോ കൊച്ചിനെ തന്തയെ തെരഞ്ഞു കണ്ടുപിടിക്കണമല്ലോ. ദീപം 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 ദീപം
ദീപം ദീപം ദീപം ദീപം എന്തിനാ കഷ്ടപ്പെട്ട് ഇത്രയധികം പഠിക്കുന്നത്? ഇപ്പൊ തന്നെ നല്ലൊരു ജോലി ഉണ്ടല്ലോ. ഈ ജോലി പോരാ, വലിയൊരു ജോലി വേണം. ഒത്തിരി ഒത്തിരി ഉയരത്തിലെത്തണം. ആഗ്രഹിച്ചതൊക്കെ നേടണം, നിന്നെ അടക്കം. അമ്മയുടെ പ്രാർത്ഥനയുടെ ഫല. എനിക്ക് IAS കിട്ടാൻ വേണ്ടിയിട്ട് അമ്മ കുറച്ചൊന്നുമല്ല അമ്പലങ്ങളിൽ വഴിപാട് നടന്നിട്ടുള്ളത്. ദൈവാധീനവും പിന്നെ തന്റെ പരിശ്രമവും. ഞാൻ പഠിപ്പിച്ച ഒരുപാട് കുട്ടികൾ ഡോക്ടർമാരും എഞ്ചിനീയർമാരും IASകാരും ഒക്കെ ആയിട്ടുണ്ട്. അവരോട് ആരോടും തോന്നാത്ത ഒരു പ്രത്യേക മതിപ്പ് എനിക്ക് തന്നോട് തോന്നി. കളക്ടറൊക്കെ ആയി വലിയ ആളാകുമ്പോ മറക്കും എന്നെ. വേണ്ട, അനന്തേട്ടൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് എനിക്കറിയാം. അത് നടക്കില്ല. നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് മായ ഞാൻ ഈ പറയുന്നത്. ഈ കുഞ്ഞിനെ നശിപ്പിച്ചുകൊണ്ടുള്ള ഒരു നന്മ എനിക്ക് വേണ്ട. മായ, ഞാൻ പറയുന്നതൊന്ന് മനസ്സിലാക്കുക. ഉടനെ ഒരു വിവാഹം, കുഞ്ഞ്, കുടുംബം, ഒരു തയ്യാറെടുപ്പും ഇല്ലാതെ ശരിയാവില്ല അത്. അടുത്ത മാസം എനിക്ക് ട്രെയിനിങ്ങിന് പോകണം. 1 വർഷം മസൂറി, പിന്നെ 1 വർഷം നാട്ടിൽ, എന്നിട്ട് എവിടെയെങ്കിലും ഒരു പോസ്റ്റിംഗ്. അതൊക്കെ കഴിഞ്ഞേ എനിക്ക് വിവാഹത്തെ പറ്റി ചിന്തിക്കാനാവും. ഇങ്ങനൊരവസ്ഥയിൽ അതുവരെ കാത്തിരിക്കാൻ പറ്റുമോ? അതുകൊണ്ടാണ് തൽക്കാലം ഇത് വേണ്ടെന്ന് വെക്കാൻ പറയുന്നത്. ഇല്ല, ഞാൻ സമ്മതിക്കില്ല. മായ വെറുതെ വാശി പിടിക്കരുത്. അനന്തോട്ടന്റെ കാര്യം മാത്രമേ ഉള്ളൂ. എന്റെ ഫീലിങ്സ് എന്താ മനസ്സിലാക്കാത്തത്? തന്റെ ഈ ഫീലിങ്സ് ഉണ്ടല്ലോ, അതൊരുമാതിരി ചില സില്ലി പെണ്ണുങ്ങളുടെ ഫീലിങ്സാ. ശരിയാണ്, ഈ കാര്യത്തിൽ ഞാൻ വേറെ സില്ലിയ. ഒരു സാധാരണ പെണ്ണിന്റെ സ്വപ്നങ്ങളേ ഉള്ളൂ എനിക്ക്. തനിക്ക് തന്റേതായ ന്യായങ്ങളുണ്ടാവും. പക്ഷെ ഇപ്പൊ എനിക്ക് മറിച്ചൊന്നും ചിന്തിക്കാൻ വയ്യ. ഇത്രത്തോളം എത്തിയത് തന്നെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാ. ഒരുമിച്ചൊരു ജീവിതം വേണമെന്നുണ്ടെങ്കിൽ ഇനിയും കുറച്ചു കാലം കൂടെ കാത്തിരുന്നേ പറ്റൂ. തന്റെ ഈ കരച്ചിലും പിടിച്ചിലും കണ്ടാൽ തോന്നും എല്ലാറ്റിനും ഞാൻ മാത്രമാണ് കുറ്റക്കാരനെന്ന്. അബദ്ധം പറ്റിയിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദിത്തം 2 പേർക്കും ഉണ്ട്. ഞാൻ എന്ത് വേണമെന്നാണ് അനന്തോട്ടൻ പറയുന്നത്? ഇപ്പൊ ഞാൻ പറയുന്നത് അനുസരിക്കണം. വേറെ എന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ, അനുസരിക്കാം. ഇത് മാത്രം വയ്യ. എങ്കിൽ മായയുടെ ഇഷ്ടം. അനന്തോട്ടൻ ദുഷ്ടനാ. ആയിരിക്കാം. എന്നെ അനുസരിക്കാനും എന്റെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് ജീവിക്കാനും തയ്യാറുള്ള ഒരു പെൺകുട്ടിയെ എനിക്ക് വൈഫായിട്ട് വേണ്ടു. അല്ലെങ്കിൽ എന്നെ പ്രതീക്ഷിക്കണ്ട.
അടുത്ത മാസമല്ലേ ട്രെയിനിങ്ങിന് പോകുമെന്ന് പറഞ്ഞത്, പിന്നെ പെട്ടെന്നൊരു യാത്ര. പുറപ്പെടുന്നതിന് മുമ്പ് വീട്ടിൽ ചില കാര്യങ്ങളുണ്ടായിരുന്നു. അമ്മ മാത്രമല്ലേ ഉള്ളൂ അവിടെ. അപ്പൊ ബാങ്കിലെ ജോലിയോ? റെസിഗ്നേഷൻ കൊടുത്തു. ഇനി അപ്പൊ ഇങ്ങോട്ടൊന്നും വരലുണ്ടാവൂല അല്ലേ? നല്ലത് വരട്ടെ, ഞങ്ങളൊക്കെ എന്നും പ്രാർത്ഥിക്കും. മായയെ കണ്ടില്ല. അവൾ അമ്പലത്തിൽ പോയിരിക്കുക. എല്ലാം ഞാൻ അറിഞ്ഞപ്പോഴേക്കും വല്ലാണ്ട് വൈകിപ്പോയിരുന്നു. ഒരു സാധാരണ നാട്ടിൻപുറത്ത് ഒരു സാധാരണ സ്കൂൾ മാഷ മോള് വിവാഹം കഴിക്കാതെ അമ്മയാകുമ്പോഴുള്ള ദുരന്തം നിങ്ങൾക്ക് മനസ്സിലാകുമോ എന്നറിയില്ല. അനന്തപത്മനാഭനെ അന്വേഷിച്ച് ഞാൻ പോകാൻ ഒരുങ്ങിയപ്പോഴൊക്കെ അവൾ എന്നെ എതിർത്തു. അവൾക്ക് ആശിക്കാവുന്നതിനേക്കാൾ ഉയരത്തിലാണ് അയാളെന്ന് എനിക്കും തോന്നി. പക്ഷേ അവൾക്കും വേണമായിരുന്നല്ലോ ഒരു ജീവിതം. ഞാൻ ഇനി എത്ര നാൾ കൂടി ഉണ്ടാവും? എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ അവളെ കല്യാണം കഴിക്കാൻ സ്വന്തത്തിലൊരു പയ്യൻ തയ്യാറായി. പക്ഷേ മറ്റൊരാൾക്ക് ജനിച്ച കുഞ്ഞിനെ ഏറ്റെടുക്കാൻ അവൻ സമ്മതിച്ചില്ല. കുഞ്ഞില്ലാത്തൊരു ജീവിതം വേണ്ടെന്ന് അവളും നിർബന്ധം പിടിച്ചു. അവളുടെ നന്മയ്ക്ക് കുഞ്ഞാണ് ഒരു തടസ്സമെന്ന് എനിക്ക് തോന്നി. പിന്നെ ഞാനൊന്നും ആലോചിച്ചില്ല. എല്ലാറ്റിനും കാരണക്കാരനായ അനന്തപത്മനാഭനോടുള്ള വൈരാഗ്യം കുഞ്ഞിനെ വളർത്താൻ അവനും ബാധ്യതയുണ്ടല്ലോ എന്ന് കരുതി മോളറിയാതെ അങ്ങനെ ആ കുഞ്ഞിനെ ഞാനാണ് ഇവിടെ കൊണ്ടുകിടത്തിയത്. ഈ കിളവന് പറ്റിയ ഒരു പിഴയാവാം. നിങ്ങളുടെ കയ്യിലാണ് ആ കുഞ്ഞിനെ കിട്ടിയത്. ഞാൻ കരുതിയതുപോലെയല്ല തിരിച്ച് വീട്ടിൽ ചെന്നപ്പോ ഉണ്ടായത്. കുഞ്ഞില്ലാതെ അവൾ ബഹളം കൂട്ടി. ഒന്നും അറിയിക്കാതെ കുറെ ദിവസം ഞാൻ പിടിച്ചു നിന്നു. പിന്നെ കുഞ്ഞിനെ കിട്ടിയില്ലെങ്കിൽ എന്റെ മോളെ തന്നെ എനിക്ക് നഷ്ടപ്പെടുമെന്ന് കണ്ടപ്പോ ഞാൻ ഇനിയെങ്കിലും എന്റെ മോളെ വിഷമിപ്പിക്കാതെ ആ കുഞ്ഞിനെ തിരിച്ചു തന്നൂടെ? അമ്മാവന് വിഷമം തോന്നരുത്. അമ്മാവൻ ഈ പറഞ്ഞ കഥകളൊക്കെ സത്യമാണെന്നുള്ളതിന് എന്താ തെളിവ്? ഞങ്ങൾ അറിഞ്ഞിടത്തോളം അനന്തപത്മനാഭൻ വളരെ മാന്യന. അയാൾക്ക് ഇങ്ങനെ ഒരു കണക്ഷൻ ഉണ്ടെന്നൊക്കെ പറഞ്ഞാൽ വിശ്വസിക്കാൻ പ്രയാസം. ഒരുപക്ഷെ അയാളെ അപമാനിക്കാനും അയാളിൽ നിന്ന് എന്തെങ്കിലും കാര്യസാധ്യത്തിനും വേണ്ടി മനഃപൂർവ്വം കെട്ടിച്ചമച്ചൊരു കഥയായിക്കൂടെ? അയ്യോ, അനന്തപത്മനാഭൻ പറയട്ടെ കുഞ്ഞ് അയാളുടെതാണെന്ന്. എന്നാ ഞങ്ങൾ മോളെ തരാം. സാർ വെരി സോറി. കുഞ്ഞിന്റെ അമ്മയും അച്ഛനും ഒരുമിച്ച് വന്നാലല്ലാതെ കുഞ്ഞിന് തരുന്ന പ്രശ്നമില്ല. ക്ഷമിക്കണം, വളരെ അത്യാവശ്യമായിട്ട് അല്പം സംസാരിക്കാനുള്ളതുകൊണ്ടാണ് നിങ്ങളുടെ സമയം മെനക്കെടുത്തുന്നത്. ബുദ്ധിമുട്ടായ? ഏയ്, അങ്ങനെയൊന്നുമില്ല. എന്റെ കല്യാണമാണ് നെക്സ്റ്റ് സൺഡേ. അറിയാം, അന്ന് വീട്ടിൽ വന്നപ്പോ അമ്മ പറഞ്ഞല്ലോ. കല്യാണം ക്ഷണിക്കാനാണോ ഇങ്ങനെ ഒരു സ്ഥലത്ത് ഫോൺ ചെയ്ത് വരാൻ പറഞ്ഞത്? നമ്മളൊക്കെ ചെറുപ്പക്കാരല്ലേ. എന്റെ ഫീലിങ്സ് നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് ഞാൻ കരുതുന്നു. അമ്മയുടെ ഒരേ ഒരു മകൻ, യാഥാസ്ഥിതിക കുടുംബം, മാരി ചെയ്യാൻ പോകുന്ന പെൺകുട്ടിയുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട്, പിന്നെ എന്റെ റെപ്യൂട്ടേഷൻ. എനിക്കൊരു മനസ്സമാധാനവും കിട്ടാത്തതുകൊണ്ടാണ്. നിങ്ങളോട് പറയാലോ. സാറ് പറഞ്ഞോളൂ. അന്ന് നിഷേധിച്ചെങ്കിലും സത്യമാണ്. നിങ്ങളുടെ കൂടെയുള്ള കുട്ടി എന്റെ കുഞ്ഞാണ്. അത്രേ ഉള്ളൂ. ഇത് സാറ് പറയാതെ തന്നെ ഞങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണല്ലോ. ഞങ്ങൾക്ക് മാത്രമല്ല, ഇപ്പൊ ഫ്ലാറ്റിലുള്ള എല്ലാവർക്കും അറിയാം. അത് തന്നെയാണ് എന്റെ പ്രശ്നവും. അതുകൊണ്ടാണ് ഫ്ലാറ്റിൽ കാണാതെ ഇവിടെ വെച്ച് സംസാരിക്കാമെന്ന് പറഞ്ഞത്. ഇനി അതെല്ലാരും അറിയും. എന്റെ ഫ്യൂച്ചറിനെ ബാധിക്കും. ഇതൊക്കെ നേരത്തെ ആലോചിക്കണ്ടേ സാറേ? ശാസ്ത്രീയമായി തന്നെ ഇതിന് എന്തൊക്കെ മാർഗങ്ങളുണ്ട്? അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി. ഒന്നും മനഃപൂർവ്വമല്ല.
ആ സ്ത്രീയെ ഞാൻ സ്നേഹിച്ചിരുന്നു. ഇപ്പോഴും വെറുപ്പൊന്നുമില്ല. പക്ഷെ ഈ അവസ്ഥയിൽ അവരെയും കുഞ്ഞിനെയും സ്വീകരിക്കാൻ എനിക്ക് നിവർത്തിയില്ല. ഇപ്പൊ കുഞ്ഞ് നിങ്ങളുടെ കയ്യിലാണ്. നിങ്ങളുടെ കയ്യിലിരിക്കുന്നിടത്തോളം എനിക്ക് ടെൻഷൻ ഒഴിയില്ല. അതുകൊണ്ട് ദയവ് ചെയ്ത് ഇനി അവർ വന്ന് ചോദിച്ചാൽ കുഞ്ഞിനെ കൊടുത്തേക്കണം. സോറി, അങ്ങനെ കൊടുക്കാൻ ഞങ്ങൾക്ക് അല്പം ബുദ്ധിമുട്ടുണ്ട്. ഇല്ലെങ്കിൽ വേണ്ട, കുഞ്ഞിനെ ഞാൻ കൊണ്ടുപോയിക്കോളാം. എന്തിനാ? വളർത്താനോ? നിങ്ങൾ കെട്ടാൻ പോകുന്ന പെണ്ണ ആ കുഞ്ഞിനെ വളർത്താൻ നേരിട്ടുണ്ടോ? ഓ, അന്നൊരിക്കൽ പറഞ്ഞ പോലെ ഓർഫനേജിലാക്കാന്നായിരിക്കും. വെരി സോറി മിസ്റ്റർ അനന്തപത്മനാഭൻ. നിങ്ങളൊരു മാന്യനാണെന്നാണ് ഞങ്ങൾ ഇതുവരെ ധരിച്ചിരുന്നത്. ഇത്ര ചീപ്പും സെൽഫിഷും ആണെന്ന് ഞങ്ങൾക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. ഇനി അഥവാ നിങ്ങൾ സമ്മതിച്ചാൽ തന്നെ ആ കുഞ്ഞിന്റെ തന്ത നിങ്ങളാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. പോരെ? ഇനി നിങ്ങളല്ല ആര് വന്ന് ചോദിച്ചാലും ആർക്കും ഞങ്ങൾ ആ കുഞ്ഞിനെ കൊടുക്കാനായിട്ട് തയ്യാറുമില്ല. വരട്ടെ, പടാ. വക്കീലിനെ കണ്ടു. നിയമപരമായിട്ട് ഒന്നും ചെയ്യാൻ കഴിയില്ലെന്നാണ് അയാൾ പറയുന്നത്. കുഞ്ഞ് നമ്മളുടേതാണെന്ന് തെളിവൊന്നുമില്ലല്ലോ. ബർത്ത് സർട്ടിഫിക്കറ്റോ അങ്ങനെ യാതൊന്നുമില്ല. കേസ് ആയാൽ പിന്നെ അതിന്റെ നൂലാമാല വേറെ. ഇനിയിപ്പോ എന്ത് ചെയ്യും അച്ഛ? അവര് കുഞ്ഞിനെ തരണമെങ്കിൽ ഇനി നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ചെല്ലണം. ഞാൻ അയാളെ പോയി കാണണമെന്നാണ് അച്ഛൻ പറയുന്നത്. മോളുടെ ഇഷ്ടം. ആരാ? അനന്തു. ആ, കഴിഞ്ഞതൊന്നും ഓർമ്മിപ്പിക്കാൻ വന്നതല്ല. ഒരവകാശവും പിടിച്ചു വാങ്ങാനുമല്ല. അറിയാതെ പോലും വീണ്ടും ഒരിക്കലും കണ്ടുമുട്ടരുതെന്ന് തീരുമാനിച്ചിരുന്നതാണ്. പക്ഷേ എനിക്കെന്റെ കുഞ്ഞിനെ വേണം. നമ്മുടെ മോളെ അല്ല, എന്റെ മോളെ അവര് തരുന്നില്ല. അവര് അച്ഛനെ അന്വേഷിക്കുന്നു. ഒരുമിച്ച് ചെന്നാലേ മോളെ തരുള്ളൂ എന്ന് നിർബന്ധം പിടിക്കുന്നു. ഞാൻ എന്ത് ചെയ്യണം? എനിക്കെന്റെ കുഞ്ഞിനെങ്കിലും ചോദിക്കാനുള്ള അവകാശമില്ലേ? മറ്റൊന്നും എനിക്ക് വേണ്ട. നിങ്ങൾ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ജീവിതം, നിങ്ങളുടെ ഫ്യൂച്ചർ, അതൊരിക്കലും ഞാനും എന്റെ മോളും കാരണം നഷ്ടപ്പെടില്ല. മോഹങ്ങളൊക്കെ അന്നേ ഉപേക്ഷിച്ചതാണ്. ഞാൻ ഒരിക്കലും ശപിക്കില്ല. നന്മകളെ ഉണ്ടാവും. ദയവ് ചെയ്ത് ഇന്നൊരു തവണ മാത്രം എന്റെ കൂടെ വരണം. മോടെ അച്ഛനാണെന്ന് ഒറ്റ പ്രാവശ്യം അവരോട് പറയണം. ഇങ്ങോട്ട് മോളെ ഇങ്ങോട്ട് നോക്ക്. ഇങ്ങനെ കുട്ടി ഇങ്ങോട്ട് നോക്ക്. ആ, നോക്ക് മോളെ. ആരാ നോക്ക്? മോളെ നോക്ക്, അങ്ങോട്ട് നോക്ക്. ആയി, ഞാൻ എന്റെ മോളെ കൊണ്ടുപോകാൻ വന്നതാ. നിങ്ങൾ ആവശ്യപ്പെട്ട പോലെ കൂടെ മോളുടെ അച്ഛനുണ്ട്. ഇനിയെങ്കിലും കുഞ്ഞിനെ എനിക്ക് തിരിച്ചു തരണം.
എന്താ? അവരൊന്നിച്ചു വന്നിരിക്കുന്നു കിങ്ങിണിയെ കൊണ്ടുപോവാൻ. ആര്? അനന്തപത്മനാഭനും ആ സ്ത്രീയും. ഇനിയിപ്പോ എന്താ ചെയ്യാ? ഒരുമിച്ച് വന്നാ മോളെ കൊടുക്കാൻ നമ്മൾ ഏറ്റിട്ടുള്ളതാ. ഇവളിവിടെ ഇല്ലാതെ എങ്ങനെടാ? നമ്മൾക്ക് ഇങ്ങനെ കൊടുക്കുന്നില്ല. ആര് വേണേലും വന്നോട്ടെ. എന്തു വന്നാലും നമ്മൾക്ക് ഇങ്ങനെ കൊടുക്കുന്നില്ല. ഇനിയും എന്തിനാ വെറുതെ ഈ പിടിവാശി? നിങ്ങൾക്ക് കുഞ്ഞിനോട് സ്നേഹമുണ്ടെന്നും അതിനെ പിരിയാൻ വിഷമമുണ്ടെന്നുള്ളതൊക്കെ നേരാ. പക്ഷെ ആ വാതുക്ക വന്ന് നിൽക്കുന്നത് അതിന്റെ അച്ഛനും അമ്മയാ. രക്തബന്ധത്തിനെ വിലയുണ്ടാവൂ. അതൊക്കെ ഫിലോസഫി. മോളെ കൊടുക്കാൻ ഞങ്ങളെ കൊണ്ടാവില്ല. എന്നങ്ങനെ തീർത്തു പറയാൻ നിങ്ങൾക്ക് എന്താ അവകാശം? നിങ്ങൾ ആ കുഞ്ഞിന്റെ ആരാ? അത് വളർന്ന് ബോധം വെക്കുമ്പോ ചോദിക്കും എന്റെ അച്ഛനും അമ്മയും ആരാന്ന്. നിങ്ങൾ 3 പേരാന്ന് പറഞ്ഞ ആ കൊച്ചു സമ്മതിക്കൂ? അത് അതിന്റെ തന്തേനും തള്ളേനും അന്വേഷിച്ചു പോവും. പോവൂന്ന് മാത്രല്ല, അന്ന് ഈ കൊച്ചു നിങ്ങളെ വെറുക്കുകയും ചെയ്യും. എന്തിനാന്നറിയോ? ഇത്രയും കാലം അവൾ അവളുടെ അച്ഛന്റെ അമ്മയുടെ അടുത്തുനിന്ന് പിരിച്ചതിന്. ഞാനൊന്ന് ചോദിക്കട്ടെ, ഈ കളിയും ചിരിയൊക്കെ പെട്ടെന്ന് മാറും. നിങ്ങളും കല്യാണം കഴിക്കും, നിങ്ങൾക്ക് കുട്ടികളുണ്ടാവും. ഈ കുട്ടിക്ക് വേണ്ടി നിങ്ങൾ ഇതൊക്കെ വേണ്ടാന്ന് വെക്കോ? ഇല്ല. ചേരേണ്ടത് ചേരേണ്ടിടത്ത് ചേരുന്നതാണ് നല്ലത്. ദേ, ആ പാവം പെങ്കൊച്ചിന്റെ ശാപം വെറുതെ ഈ ചെറുപ്പത്തിൽ പിടിച്ചു വാങ്ങണോ? ഞാൻ വെറുതെ പറഞ്ഞേ ഉള്ളൂ. തീരുമാനമൊക്കെ നിങ്ങളുടെ. ക്ഷമിക്കണം. വേദനിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല മോളെ തരില്ല എന്ന് പറഞ്ഞ് വാശി പിടിച്ചത്. ആരും അല്ലാതിരുന്നിട്ടും അറിയാതെ മോള് ഞങ്ങളുടെ ആരെല്ലാമോ ആയിപ്പോയി. വിട്ടുപിരിയാനുള്ള വിഷമം. പക്ഷേ ഇപ്പൊ ഞങ്ങൾക്ക് സന്തോഷമായി. ഞങ്ങൾക്ക് എങ്ങനെയൊക്കെ അവളുടെ അമ്മയും അച്ഛനും ഒരുമിച്ച് കിട്ടിയല്ലോ. എന്തിന്റെ പേരിലായാലും ഇനി എന്നും നിങ്ങൾ ഒരുമിച്ചുണ്ടാവണം. കിങ്ങിണിക്ക് വേണ്ടി. പ്രോമിസ്? പ്രോമിസ്?
ഇറങ്ങിക്കോളൂ. നന്ദി. ഞാൻ എന്റെ വാക്ക് തെറ്റിക്കുന്നില്ല. ഇനി ഒരിക്കലും ഞാനും എന്റെ മോളും നിങ്ങൾക്കൊരു ഉപദ്രവമാവില്ല. നമ്മൾ അവർക്ക് കൊടുത്ത വാക്ക് തെറ്റിക്കണം.